നീത പറഞ്ഞ് കണക്ക് പറയുകയാണെങ്കിലേ വണ്ടിയുടെ അടുത്ത് പൈസയും കഴിച്ച് 24,000 നമ്മൾ കണക്ക് നോക്കിയപ്പോൾ നമുക്ക് ഓൾറെഡി ആ വണ്ടി അവിടെ ഓടി എത്തുമ്പോൾ നമുക്ക് 5,000 രൂപ കൂടി നെയ്യെന്ന് പറഞ്ഞാൽ നെയ്യ് ഇങ്ങനെ കുതിർത്തി വെച്ചേക്കാം. സൂപ്പർ നെയ്റോ. ടോൾ ഗേറ്റിലുള്ളവർ ഇവർ 4 പേര് ഇരുന്നിട്ട് എനിക്ക് ഒരു 1/2 മണിക്കൂറായിട്ട് നമ്മളൊരു പുതിയ വണ്ടി മേടിച്ചപ്പോൾ നമുക്കുണ്ടായ അനുഭവം അതാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ പൊട്ടിയിട്ടുണ്ട് കാണില്ല നീത. പിന്നെ ഓയില് മാറ്റാറായോ ഇല്ലേ എന്നുള്ളത് അറിയണത് അത് ചെയ്യാൻ പറ്റില്ല, അതൊക്കെ പൊളിഞ്ഞു പോയി. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ബുഷ് വെച്ചാൽ തീരാവുന്ന കേസുണ്ട്. നോക്കി നോക്കാം. ഗുഡ് മോർണിംഗ് ഗായ്സ്, ട്രാവൽ പുതിയൊരു വീഡിയോയിലേക്ക് ഗായ്സ് ഇന്ന് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയിലാണ് ഗായ്സ്. ഹാപ്പിയിലാണ്, അതാണ് ഹാപ്പി. അല്ലാണ്ട് വണ്ടിക്ക് ഓട്ടം കിട്ടിയതിലുള്ള ഹാപ്പി അല്ല ഞങ്ങൾക്ക്. എന്നാലും സന്തോഷമായി സുഖമായിട്ട് കിടന്നുറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എത്ര വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്തു കഴിഞ്ഞാലും നമുക്ക് സുഖമായിട്ടുള്ള ഉറക്കം കിട്ടുന്നതിലാണ് സന്തോഷം വരുന്നത്. അല്ലാണ്ട് ഇപ്പൊ ഹോട്ടൽ വലുതായതുകൊണ്ടല്ല, ഞങ്ങൾ ശരിക്കും ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങി. അതിന്റെ കാരണം 2 ദിവസമായിട്ടുള്ള ഉറക്കം വലിയ അടിപൊളി ആവാത്തത് കൊണ്ടാണ് ഇപ്പൊ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയത് അല്ലേ. ആർക്കെങ്കിലും ഉറക്കില്ലായ്മ ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഉറക്കില്ലാത്ത ആൾക്കാരുണ്ടാവും, പ്രായമാകുമ്പോ ഉറക്കില്ലാണ്ട് വരും. അവരെന്താ ചെയ്യണമെന്ന് വെച്ചാല് ഒരു ലോറി വാങ്ങാം, അവിടെ 2 ദിവസം ലോറിയിൽ കിടന്ന് പെട്ട് കിടക്കുക, എന്നിട്ടൊരു ഹോട്ടലിൽ റൂം കൊടുത്ത് അവർ സുഖമായിട്ട് ഉറക്കില്ലാത്ത ആൾക്കാർക്ക് ഉറക്കം കിട്ടും. അതിന് ഇത് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണോ? വീട്ടിലാവുമ്പളേ ഈ ലോറി മേടിക്കണമെന്ന് ഉറക്കില്ല. രാത്രി 3 മണിക്ക് 4 മണിക്ക് ഈ മൊബൈൽ നോക്കി ഇങ്ങനെ വെറുതെ ഇരിക്കും. എന്നിട്ട് 5 മണി 6 മണി ആകുമ്പോഴേക്കും എഴുന്നേൽക്കും. ഇവരെ സ്കൂളിലേക്ക് പോണ സമയത്തേക്ക് എഴുന്നേൽക്കും. അപ്പൊ ഉറങ്ങിയിട്ടില്ല, ഇത് ഉറങ്ങിയിട്ടില്ല. ഇപ്പൊ നല്ല ഉറക്കണ്ട്. ഇന്നലെ ഞാൻ ഉറങ്ങി പറിച്ചിട്ട് രാവിലെ സുഖമായിട്ട് ഉറങ്ങി. രാത്രി എനിക്കോട് 10:30 സമയത്ത് ചേട്ടൻ വിളിച്ചേ. ആ സമയത്ത് അല്ല, ഞാൻ നമ്മള് ഫുഡ് കഴിച്ചു വന്ന ഒരു 9 കഴിഞ്ഞപ്പോ ഞാൻ കിടന്നുറങ്ങി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ക്ഷീണം, ഒരു സുഖമില്ലായ്മ. വെയിലാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. അത് വലിയൊരു വില്ലനാണ് വെയില്. അപ്പൊ അതുകൊണ്ട് കാരണം വെറുതെ ഇരിക്കുമ്പോഴാണ് അതെ നമ്മൾ പണിയെടുത്ത് ക്ഷീണിക്കുകയാണെങ്കിൽ ഉറക്കം തന്നെത്താൻ വരുമെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ വെയിലത്ത് ഇറങ്ങി നിൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഉറക്കം വരും. അപ്പൊ ഉറക്കം ഇല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ രണ്ടാമത്തെ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറഞ്ഞില്ലേ, ഓട്ടം കിട്ടിയില്ലെങ്കിലും യാതൊരു പ്രശ്നമില്ല, ഞങ്ങൾ ഹാപ്പിയാന്ന് പറഞ്ഞില്ല. ഇന്ന് വൈകുന്നേരം വരെ ഇപ്പൊ ഇവിടെ നിൽക്കാം നമുക്ക്, അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് 6 മണിക്ക് തന്നെ ഞങ്ങളുടെ പരിശ്രമം ഞങ്ങൾ തുടർന്നു. 6 മണി തൊട്ട് ഒരുപാട് ആൾക്കാരെ വിളിച്ചു. എല്ലാവരും പറഞ്ഞു ഓട്ടമില്ല, കേരളത്തിൽ മഴ ചാറുണ്ട്, അപ്പൊ അത് കാരണം ഇതില്ല, രക്ഷയില്ല. സിമെന്റിന്റെ ആൾക്കാരെ വിളിച്ചു, അതുപോലെ അരിയുടെ ആൾക്കാരെ, നെല്ലിന്റെ ആൾക്കാരെ, പേപ്പറിന്റെ ആൾക്കാരെ, ഇനി വിളിക്കാൻ ബാക്കിയൊന്നുമില്ല, കോഴിത്തീറ്റയുടെ ആൾക്കാരെ, സകല ആൾക്കാരെ വിളിച്ചു. ആർക്കും ഗ്യാപ്പില്ല എന്നാണ് പറയണത്. ലാസ്റ്റ് നമുക്ക് കിട്ടിയത് സിമെന്റിന്റെ ആള് നോക്കിയിട്ട് ഞാൻ ഇപ്പൊ പറയാൻ വിളിച്ചു. അപ്പൊ ഉണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കെ, ഞാൻ 10 മണിയാകുമ്പോഴേക്കും വിളിച്ചു പറയാന്ന് പറഞ്ഞിട്ട് ആളെ 10 മണിയാകുമ്പോഴേക്കും വിളിച്ചപ്പോ ആള് പറയണത് അവിടെ കേരളത്തില് മഴയാണെന്ന്. അപ്പൊ എന്താ വെച്ചാൽ അവിടെ ഇറക്കില്ല, അപ്പൊ ക്യാൻസൽ ചെയ്തു. നമുക്കറിയാലോ പക്ഷെ നമ്മള് പോയി മഴയെ ഉദ്ദേശിക്കണ്ടാവും. അപ്പൊ സിമെന്റ് ആകുമ്പോ നനഞ്ഞ പ്രശ്നമല്ല. അപ്പൊ അത് ക്യാൻസലായി. പിന്നെ നെല്ലിന്റെ കാര്യം എന്താന്ന് വെച്ചാല് ഇവിടെ നെല്ലിന്റെ സംഭവങ്ങളൊക്കെ തീർന്നു തുടങ്ങി. അതായത് നമ്മളിപ്പോ ആലപ്പുഴ ചേർത്തല ഭാഗത്ത് ഇപ്പൊ തീർന്നു തുടങ്ങിയ പോലെ തന്നെ ഇവിടെയും നെല്ലിന്റെ കാര്യങ്ങളൊക്കെ തീർന്നു തുടങ്ങിയപ്പോ ലോഡില്ല. മറ്റേ 10 വീലിന 6 വീലിന ചെറിയ വണ്ടിക്കാണ് ഇപ്പൊ ലോഡുള്ളൂ. അപ്പൊ വലിയ വണ്ടിക്ക് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ കാര്യത്തിൽ തീരുമാനമായി. അപ്പൊ ഞങ്ങള് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു പ്ലാൻ ചെയ്തത്, സാധാരണ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും കഴിക്കാറില്ല, പക്ഷെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തീരുമാനിച്ചു. കാരണം നമ്മുടെ തൊട്ട് താഴെ തന്നെ ഹോട്ടൽ റെഡി ആയിട്ട് നിൽക്കാം. പിന്നെ വണ്ടിയുടെ അടുത്ത് പോയിട്ട് 2 കുപ്പിയിൽ വെള്ളം, 2 കുപ്പി മതി, ഇതേ വൈകുന്നേരം വരെ വേണ്ട. അപ്പൊ അതെ, അപ്പൊ 2 കുപ്പി വെള്ളം എടുത്തിട്ട് വരും. അത് കഴിഞ്ഞ് പുറത്തിറങ്ങാനായിട്ട് ഇന്ന് പറ്റും എന്നുള്ളത് തോന്നണില്ല. വെയിൽ ഈ നിലയ്ക്കാണ്. ഇവിടെ മഴക്കാറ് വന്നിട്ട് നമുക്ക് വെയിലൊക്കെ കുറയുകയാണെങ്കിൽ അടിപൊളിയായിട്ട് പുറത്തിറങ്ങി ഒന്ന് നടക്കും കാര്യങ്ങൾ. നമ്മൾ ഇന്നലെ പോയ സ്ഥലം പോലെ തന്നെ ഇവിടെയും ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഇറങ്ങി നടക്കാനും കാര്യത്തിനൊക്കെ പറ്റും എന്നുള്ളത് നോക്കാം. ഉച്ച കഴിഞ്ഞ് വെയിൽ ആറിയിട്ട് പിന്നെ ഇന്ന് എന്തായാലും ഇന്നത്തെ ഓട്ടം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താന്നുള്ളതൊന്നും അറിയില്ല. അതല്ലേ പെരുമാറും നഷ്ടമാൾക്കാരാ, അതൊന്നും പറയാൻ പറ്റില്ല. അതെ, ഒരാളെന്നല്ല എല്ലാവരും പാവങ്ങള്. കാരണം നമ്മളൊന്ന് കഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ഫസ്റ്റ് ചോദിക്കുക ഭക്ഷണം കഴിച്ചോ. അപ്പൊ നമ്മള് പിന്നെ ഭക്ഷണം കഴിക്കാത്തവരാണ്. അപ്പൊ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ എന്തെങ്കിലും വേണോ ഞങ്ങൾ മേടിച്ചോണ്ടിരുന്ന ഹെൽപ്പിംഗ് മെന്റാലിറ്റി അത് എല്ലാ ആൾക്കാരും ഉണ്ടാവില്ല. ഇത് നമ്മളോട് പെരുമാറിയ കുറച്ച് ആൾക്കാർ നല്ലതായിരുന്നു. എല്ലാവരും
അതെ. പക്ഷെ കേരളത്തിൽ ഇപ്പൊ ഞാൻ പറയട്ടെ, കേരളത്തില് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാ ആൾക്കാരും എല്ലാവരും സഹായിക്കാൻ പോയില്ല. അതുപോലെ ഇപ്പൊ ഞങ്ങളിപ്പോ ഈ ഹോട്ടലിൽ കിട്ടാൻ കാരണം അവിടുത്തെ ഒരു ചേട്ടനാ. എന്നുവെച്ചാൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കില്ല, നമ്മളടുത്ത് ഇങ്ങോട്ട് ചോദിക്കുക എന്താ എവിടെയുള്ളവരാ എങ്ങനെയാ, ഇപ്പൊ റൂം ഉണ്ടോ, റൂം കിട്ടിയോ നിങ്ങൾക്ക്, അപ്പൊ ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭക്ഷണം കഴിച്ചോ, അപ്പൊ ഇല്ല, അപ്പൊ ദേ അവിടെ പോയി നല്ലൊരു ഹോട്ടലുണ്ട്, അവിടെ റൂമുണ്ട്, നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കുമ്പോ അതൊരു പ്രത്യേകത. അതുപോലെ തന്നെ റൂമും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ ശരിക്കും എന്താ പറയാ, നമുക്കൊരു സന്തോഷമാകണ റൂമായിട്ടോ. ശരിക്കും പറഞ്ഞാൽ സംഭവം പുതിയതൊന്നും അല്ലെങ്കിൽ ഈ ടൈൽസ് ഒക്കെ ഒട്ടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പുതിയതെന്ന് തോന്നുന്നുണ്ടല്ലേ, വലിയ പഴക്കമൊന്നും ഇല്ല അല്ലേ അത് ശരിക്കും. സംഭവം ടൈലും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ ഒരു നല്ല സന്തോഷം. ഒരു 1200 രൂപയല്ലേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ, അതിന് നല്ലൊരു ഇതുണ്ട്, എന്താ പറയുക, വെർത്തായിട്ടുള്ള റൂം. അതുപോലെ ബെഡ്ഷീറ്റ് ആണെങ്കിലും നല്ല അടിപൊളി ബെഡ്ഷീറ്റ് കാര്യങ്ങൾ. പില്ലോ കവർ ആണെങ്കിൽ ഞങ്ങൾ ഏറ്റവും ഫസ്റ്റ് പില്ലോ കവറോ നോക്കണം, അതൊക്കെ പുത്തൻ. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ 2-3 മാറാലിരിക്കുന്നുണ്ട്, അത് മാത്രമാണ്, അതിപ്പോൾ കുറ്റം പറയാനല്ല, സാധാരണ അത് മാത്രം. പിന്നെ AC ആണെങ്കിലും നല്ല തണവ് അടിപൊളിയാണ്. റൂമിലേക്ക് ഫുള്ള് നല്ല അടിപൊളിയായിട്ടുള്ള സംഭവമൊക്കെ കിട്ടി. പിന്നെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ റോഡിലേക്കുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാനും കാര്യത്തിനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെയുണ്ട്. അതുപോലെ ബാത്റൂം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇന്നലെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പൈസയ്ക്ക് നമ്മൾ 1200 രൂപ കൊടുക്കുമ്പോൾ അതിനുള്ള എല്ലാ ഗുണഗണങ്ങളും, ഹെൽത്ത് ക്ലോസറ്റും സംഭവങ്ങളും, അതേപോലെ ചൂടുവെള്ളത്തിനുള്ള സംഭവം എല്ലാം. ക്ലോസറ്റ് ആണെങ്കിലും നല്ല വില കൂടിയ മറ്റേ ടൈപ്പ് ക്ലോസറ്റും കാര്യങ്ങളും ഒക്കെയാണ്, ഒരു കുഴപ്പമില്ല കേട്ടോ. അത് ഞങ്ങൾ ഹാപ്പിയായി ആ ഒരു കാര്യത്തിൽ. ഹോട്ടലിന് ഈ ഒരു പൈസ കൊടുത്തിട്ട് ഇല്ല, അത് തന്നെയല്ല. ഇപ്പം നമ്മളെ മറ്റുള്ള സ്ഥലത്ത് ഓൾ ഇന്ത്യ ഒക്കെ ടൂർ പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഇങ്ങനെ ഹോട്ടലുകൾ തപ്പി നടന്നിട്ട് നല്ലത് കിട്ടില്ല. ഇപ്പം ഇത് തന്നെ കാണുകയാണെങ്കിൽ നമ്മൾ അയ്യോ വേണ്ട, ഇതിന് നല്ലത് എടുക്കാം. അതെ, കാരണം അങ്ങനെ നമ്മൾ മനസ്സിൽ പ്രതീക്ഷിച്ച് ഈ ഒരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു ഹോട്ടൽ കിട്ടിയപ്പോൾ 5 സ്റ്റാർ കിട്ടിയ പോലെ അല്ലേ. അതൊരു വളരെയധികം സന്തോഷമായിട്ട് നല്ലൊരു ഹോട്ടൽ കിട്ടിയത്. അതേപോലെ ഫാൻ ആണെങ്കിലും എല്ലാം പുത്തൻ, ഇതൊന്നും നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല. ആകെ ക്ലോക്ക് മാത്രം ചെറുതായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അതൊരു ബാറ്ററി ഇടേണ്ട കേസുള്ളൂ. പിന്നെ TV വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് റീചാർജ് ചെയ്തിട്ടില്ല, നമ്മൾ പറഞ്ഞില്ലല്ലോ റീചാർജ് ചെയ്യണമെന്നും പറഞ്ഞില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് എപ്പോഴും നിറച്ചും ആൾക്കാർ വരുന്നതാവില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഹോട്ടൽ നമുക്ക് ഇങ്ങനെയുള്ള സമയത്തൊക്കെ വന്നാൽ എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഹോട്ടലാണ്. പിന്നെ ഈ ടോള് കഴിഞ്ഞ ഭാഗത്ത് തന്നെയാണ് ഹോട്ടല്. അപ്പൊ അത് എടുക്കാതിരിക്കുന്ന കാരണം ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് പോയി പിന്നെ മധുര എത്തേണ്ടി വരും. 40 കിലോമീറ്റർ മധുരയ്ക്ക്. അതെ, അപ്പൊ മധുര എത്തേണ്ടി വരും നല്ലൊരു ഹോട്ടൽ കിട്ടണേ. അപ്പൊ ഇവിടെ എടുക്കാതിരിക്കും നന്നാ. സാധാരണഗതിക്ക് നീത വീട്ടിലെ പോലെ ഇടയ്ക്കിടയ്ക്ക് AC ഓഫ് എന്ന് പറയാ, അതിന്റെ ആവശ്യമില്ല നീത. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുത്ത് പറയാ AC ഓൺ ചെയ്യാൻ, നീത പറയണം ഇതേ ലൈറ്റ് എന്തിനും ആവശ്യമില്ലാണ്ട് കോഫി AC ഓഫി തണവായല്ലോ, ഫാൻ ഇട്ടിരിക്കും. കാരണം നമ്മുടെ അവിടത്തെ ഫാൻ ചൂടിന്റെ അടുത്ത് ഇങ്ങനെ കറണ്ടിലൊന്നും ശ്രദ്ധിക്കുമല്ലോ. അതെ, അപ്പൊ അങ്ങനെയാണ് വിശേഷം. ഇനി നമുക്ക് താഴത്തൊരു ഹോട്ടലുണ്ട്, അവിടെ പോയി മസാല ദോശ കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഞങ്ങള്. അപ്പൊ മസാല ദോശ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ അത് വഴി കച്ചവടമുള്ള ഹോട്ടലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ വണ്ടികൾ കൂടുതൽ വന്ന് ഒറ്റയടിക്ക് അങ്ങനെ തീർന്നു പോയാൽ ചിലപ്പോൾ നമുക്ക് കിട്ടില്ല. അപ്പൊ അവിടെ പോയിട്ട് മസാല ദോശ അല്ലെങ്കിൽ എന്നിട്ട് ഇഡ്ഡലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തെങ്കിലും കഴിക്കണം, അതൊക്കെയാണ് പരിപാടി. പിന്നെ അതുപോലെ തന്നെ ഓട്ടത്തിന്റെ കേസ് പറഞ്ഞില്ല. അപ്പൊ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചു, വണ്ടിയുടെ ഓട്ടത്തിന് ഇത്രയധികം ആൾക്കാരെ വിളിച്ചിട്ട് കാര്യങ്ങളൊന്നും ശരിയായില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകാരുണ്ട്, അവനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഉപ്പ് കയറ്റി തരാൻ തൂത്തുക്കുടിക്ക് പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് ശരിക്കും 230 കിലോമീറ്റർ ഉണ്ട് തൂത്തുക്കുടിക്ക്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ 230 കിലോമീറ്റർ കാലി ഓടിയിട്ട് ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. തൂത്തുക്കുടി അങ്ങോട്ട് പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അത് നേരെ തൃശ്ശൂർക്ക് തന്നെയാണ് ലോഡ്. അപ്പോൾ അത് നമ്മൾ വണ്ടി എടുത്ത് ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ, ആ സ്ഥിരമായിട്ട് ആ ഓട്ടം അവൻ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു നീ പോലെ നമുക്ക് കയറ്റി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഓട്ടം അവൻ തന്നെ പറഞ്ഞു നീ വേറെ ഓടി നോക്ക്, കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ അപകടമൊക്കെ ആണെങ്കിൽ അങ്ങനെ ഓട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടകയും പൊതുവെ കുറവുള്ള ഒരു ഓട്ടാണ്. പിന്നെ ഉപ്പല്ലേ കയറ്റുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളും ഈ പറഞ്ഞ പോലെ തന്നെ റെഡി ആവുകയാണെങ്കിൽ റെഡി ആവട്ടെ എന്ന് വെച്ചിട്ടാണ് കുറെ നാൾ നോക്കിയത്. കംപ്ലൈന്റ് ഒക്കെ വരാനുള്ള ചാൻസ്, ഈ ബോഡിയൊക്കെ പോണത് ഈ ഉപ്പ് കയറ്റുന്നതുകൊണ്ടായതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞിട്ട് ഉപ്പും സിമെന്റ് ഒക്കെ കയറ്റാം. അപ്പൊ നമ്മളും അതും കയറ്റിൽ കുറയ്ക്കാം. പക്ഷെ എന്താ പറയാ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കത് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെ ഉപ്പ് കയറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി അവിടേക്ക് പോവാണ്. ഇന്ന് നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാൻ പോവാം. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുള്ള മസാല ദോശയും വന്നിട്ടുണ്ട്. ഇത് എൻ്റെ നിന്ന് കുറച്ച് കഴിക്കാൻ. ഇതൊക്കെ ഇവിടെ 12 മണിക്ക് സാപ്പാടാവും എന്ന് പറഞ്ഞു. അപ്പോൾ സാപ്പാട് കഴിക്കാനൊരു ആഗ്രഹം. അപ്പോൾ എന്തായാലും 12 മണി വരെ ഞങ്ങൾ ഇതിന്മേൽ നിൽക്കും. അപ്പം ഇത് കുറച്ച് ഇത് എൻ്റെ പറഞ്ഞിട്ട് നീ തന്നെയാണല്ലോ കഴിക്കണം, ഇരുന്നിട്ട് കുറച്ച് കഴിക്കുള്ളൂ അല്ലേ. കുറച്ചെന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് തട്ടും. എന്താണ് പരിപാടി. മുത്ത് പിന്നെ അവൻ്റെ കറക്റ്റ് കാര്യം പറഞ്ഞു, എൻ്റെ ആരും തൊടരുത്, എനിക്ക് കഴിക്കണം അല്ലേ. അതെ, സാമ്പാറുണ്ട്, അതുപോലെ തന്നെ ചട്നി ഉണ്ട്. ചട്നി അല്ല ഇത് എന്നിട്ടാ ചമ്മന്തി. ഇത്
ചട്നി, അങ്ങനെ 3 സാധനമുണ്ട്. മസാല ദോശ എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? കുഴപ്പമില്ല, നോർമൽ. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ, അത്ര സൂപ്പർ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതങ്ങോട്ട് കഴിച്ച് ഞങ്ങൾ നേരെ വണ്ടിയുടെ അടുത്ത് വന്നു. വണ്ടി ഇന്നലെ അടിപൊളിയായിട്ട് കഴുകിയിട്ട കാരണം പിന്നെ ഓടാത്തതുകൊണ്ട് പ്രത്യേകിച്ച് പൊടിയും കാര്യങ്ങളൊന്നും ആയില്ല അല്ലേ. നല്ല കലക്കനായിട്ട് നിൽക്കണ്ട്, ഒന്നും പൊടിയായിട്ടില്ല. ഇന്നലെ ആകെ ഒരു 6 കിലോമീറ്റർ, 6, 2, 8, 2, 10, 10, 15 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ നമ്മൾ ആ കഴുകിയോടത്തുനിന്ന്. പിന്നെ പൊടിയുള്ള സ്ഥലത്തൊന്നും കൊണ്ട് നിർത്തിയിട്ടില്ല. അപ്പോൾ അത് കാരണം വണ്ടി കലക്കാൻ കുട്ടപ്പനായി ക്ലീനായിട്ട് നിൽക്കുകയാണ്. വണ്ടിയിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുപ്പിയാണെങ്കിൽ നമ്മൾ നേരത്തെ വണ്ടിയിൽ നിന്ന് എടുത്തുമില്ല. പിന്നെ പാർക്ക് ചെയ്യാനൊക്കെ അതേ ഹോട്ടലിൻ്റെ സൈഡിൽ തന്നെ നല്ലൊരു സ്ഥലം ഉണ്ടായതുകൊണ്ട് പാർക്കിങ് സുഖമായിട്ട് ചെയ്യാൻ പറ്റിയിട്ട്, ഇങ്ങനെയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയാൽ തന്നെ കുറേ സമാധാനമായി. പിന്നെ വേറെ റോഡ് സൈഡിലും അല്ല, സുഖമായിട്ട് പാർക്കിങ്ങും കിട്ടി. പിന്നെ വല്ലപ്പോഴൊക്കെ വല്ല വണ്ടി പോകുന്ന ഒരു വഴിയാണിത് ശരിക്കും പറഞ്ഞാൽ. ഇവിടുന്ന് 1 കിലോമീറ്റർ ടോൾ ഗേറ്റ്, 1 കിലോമീറ്ററിൽ 500 മീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോൾ ഗേറ്റാണ്. അപ്പോൾ വല്ലപ്പോഴും വണ്ടികളും പോകുന്നത് കാണാം. ഇവിടെ നമുക്ക് കുറച്ച് നേരം ഇരിക്കാം അല്ലേ, ഈ തണലത്ത് കസാരയൊക്കെ ഇട്ട്, നല്ല രസമല്ലേ. ഇത് നൊസ്റ്റാൾജിയ. ഇത് പണ്ട് കാലത്ത് അപ്പൻ്റെ ചെറുപ്പത്തിലേ ഇത് വലിക്ക് അയ്യേ, അങ്ങനെയല്ല. അപ്പൻ്റെ ചെറുപ്പത്തിൽ അപ്പൻ 5 പൈസയ്ക്ക് മേടിച്ചാലും സാധനം ഇപ്പോൾ 1 രൂപ. അത് 5 രൂപയ്ക്ക് 5 എണ്ണം, അങ്ങനെയായിരുന്നേ. അത്ര അടിപൊളി സാധനം അതൊക്കെ. വലിക്ക്. അങ്ങനെയല്ല, നീത പിടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ്. നീതയ്ക്കാണെങ്കിൽ ഈ മിഠായി മതി എന്ന് പറഞ്ഞു. നാരങ്ങ മിഠായി അല്ലേ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ അവിടെ നിന്നൊക്കെ, ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ഇല്ലാന്ന് കേട്ടോ, അധികം കണ്ടിട്ടില്ല. ഇത് നമ്മൾ ഇങ്ങനെ കറക്കും. കണ്ടാ, നോക്ക് മുത്തേ, കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ കണ്ട ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടാ എത്ര നേരം കറക്കണം നോക്കിയാ, എത്ര നേരം വേണമെങ്കിൽ കറങ്ങും, ഒരു ദിവസം വേണമെങ്കിൽ കറങ്ങും. ഇനിയിപ്പോ നിന്ന് പോവാകുമ്പോ ചുറ്റിക്കാണ്ടിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയോ? നോക്കണേ, ഇവിടെ നോക്ക്. കണ്ട ഇങ്ങനെ പിടിച്ചു എന്ന് വിചാരിക്കുക. നോക്കണേ ഇവിടെ. പിന്നെ ഇങ്ങനെ പിടിച്ചാൽ മതി. കണ്ട വീണ്ടും ഇവിടെ കൊണ്ട് നടക്കും. ഇതിന് നമുക്ക് ഈ മിഠായി തന്നെ വേണമെന്നില്ല. 2 ഹോൾ ഉണ്ടാക്കിയിട്ട് ഒരു കുപ്പിയുടെ കാർക്കില്ലേ, അതുമ്പോ വേണമെങ്കിൽ പണി ചെയ്യാം അല്ലേ. ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ഗൈസ്. ഇനി നാവ് കൊണ്ട് തിന്നാൻ നമുക്ക് അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കറങ്ങണേന്റെ ഇടയ്ക്ക് നോക്കി അങ്ങനെയും ചെയ്യാം നമുക്ക്, അങ്ങനെ തീർക്കാം. നല്ല രസമുണ്ട് ഈ പരിപാടി. നമുക്ക് റൂമിൽ തന്നെ പോവാം, അല്ലെങ്കിൽ ഇവിടെ കുറച്ചു നേരം ഇരിക്കാം അല്ലേ. അതെ, റൂമിൽ പോവാന്ന്. എന്തായാലും ഹാപ്പി ആയിട്ട് റൂമിൽ വന്ന് കിടന്നുറങ്ങി. നീതിയൊക്കെ നല്ല ഉറക്കാം. മുത്ത അതേപോലെ കുറേ നേരം മൊബൈലിൽ നോക്കി ഇരുന്നു. അപ്പോൾ സമയം 1:30. അപ്പോൾ ഞാൻ വിചാരിച്ചു പോയിട്ട് നേരെ വണ്ടിയിൽ നിന്ന് വെള്ളം എടുത്ത് വരാം. അതേപോലെ ഭക്ഷണം പറ്റുകയാണെങ്കിൽ ഇപ്പോൾ ആയി ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ആയി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കഴിച്ചാൽ മതി. ചിലപ്പോൾ തീർന്നു പോയാലും ഒരു പാർസലും മേടിച്ച് വരാമെന്നുള്ള പരിപാടി. മുത്ത് പോരണ്ട, താഴ്ചക്ക് വരണ്ട ഇല്ല. അപ്പോൾ ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം. പാർസൽ കിട്ടുകയാണെങ്കിൽ പാർസൽ മേടിക്കുക, ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ 3 കഴിക്കാൻ പോകും. ഓക്കെ. കണ്ണു വേദന എടുക്കണമെങ്കിൽ നിർത്തിക്കോട്ടോ, മണിക്കൂറുകളായി. 10 മണിക്കാണ് കണ്ട് തുടങ്ങിയതാ. അപ്പം ശരി കേട്ടാ, ഞാൻ താഴെ പോയിട്ട് വരാം. റൂം കൂട്ടിക്കോട്ടോ. എൻ്റെ പൊന്ന് ഗൈസ്, വെയിൽ കാരണല്ലേ ഇറങ്ങാൻ പറ്റണില്ല. അപ്പോൾ വണ്ടിയുടെ ഉള്ളിലേക്ക് വരുമ്പോൾ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറാൻ തന്നെ പറ്റണില്ല. മെല്ലക്കാണ്. എന്താ പറയുക, എന്ത് വെയിലാന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണ്ട. ഈശ്വര, ഇനി എന്തായാലും വെള്ളം നിറയ്ക്കട്ടെ. വെള്ളമൊക്കെ ചൂടായി പഴുത്തിട്ടുണ്ടാവും മിക്കവാറും. വെള്ളം ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കാം. ഭാഗ്യം, വെള്ളത്തിന് വലിയ ചൂടൊന്നും ആയിട്ടില്ല. കാരണം ഇരിക്കുന്ന സ്പോട്ടേ കറക്റ്റ് സീറ്റിൻ്റെ അടിയിലും ഈ ഗ്യാപ്പിലും ആയ കാരണം പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു ജനലുണ്ടല്ലോ, ഈ ഒരു ജനലേക്കടൊക്കെ ജാതി വെയിലടി കേട്ടോ. അത് അതീക്കടിയും അത് നമ്മൾ അടച്ചു വെച്ചിട്ട് വരെ കാര്യമില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന മാറ്റ് ബ്ലാക്ക് അങ്ങനെ ഒട്ടിച്ചിട്ടേ സംഭവം അടക്കി പോകും നല്ലത്. അതേപോലെ ഈ ബാക്കിലത്തെ ഈ 2 സംഭവം ഉണ്ടല്ലോ, ഇതിൽ ഒരു നോട്ടം കിട്ടുന്ന സാധനമല്ല. ഈ ഒരു 2 വിൻഡോ, ആ 2 വിൻഡോയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടച്ചു കളയാവും നല്ലത്. ഇപ്പോൾ അല്ലെങ്കിൽ ചൂടുള്ളിലേക്ക് ഇപ്പോൾ AC ഇടുമ്പോഴായാലും നമുക്ക് ഡയറക്റ്റ് അടിയിൽ നിന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തണവ് കിട്ടും. അല്ല അങ്ങോട്ടൊക്കെ ആകുമ്പോൾ സ്പ്ലിറ്റ് നിറച്ചും ഗ്ലാസ് അല്ലേ, അപ്പോൾ അതുതന്നെ മുഴുവൻ ഇത് AC തണവ് പെട്ടെന്ന് പോവുക. ഞാനേ അവിടെ റേഞ്ച് കുറവാണ്. റൂമിലിരിക്കുമ്പോഴാണ് കേട്ടോ റേഞ്ച് നന്നായിട്ട് കുറവ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല ഫാസ്റ്റായി, ഇവിടെയൊക്കെ നല്ല ഫാസ്റ്റായിട്ട് എന്താ പറയുക നെറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം പുറത്തിറങ്ങിയിരുന്നു. ഇനി ആരെങ്കിലും വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയില്ല എന്നുള്ളൊരു പരാതി വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഈ ഹോട്ടലിൽ നോക്കിയപ്പോൾ 2 വണ്ടി വന്നിട്ടോ. വല്ലപ്പോഴും ഇതുപോലെ തന്നെ വല്ല വണ്ടി വരുന്ന കച്ചവടം മാത്രമാണ് ഈ ഹോട്ടലിലുള്ളത്. എങ്ങനെ ഇത് പിടിച്ച് നിൽക്കണമെന്നുള്ളത് അറിയില്ല. ഒരുപാട് വീഡിയോ ഞാൻ ലോറിയുടെ വീഡിയോകൾ കണ്ടുകൊണ്ടിരുന്നിട്ട് ഈ ലോറി ജീവിതമുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ സെർച്ച് ചെയ്ത് ഒക്കെ കാണുമായിരുന്നു. അപ്പോൾ പല ആൾക്കാരും പറയുന്നത് പല രീതി കൂടിയാണ്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മളുടെ രീതി കൂടിയാണ് നമ്മളെല്ലാ കാര്യവും പറഞ്ഞു പോകുന്നത്. നമ്മൾ വണ്ടി ഓടിക്കൽ വിത്ത് ഡ്രൈവർ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ അറിയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ ഒരു ഡ്രൈവറോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർമാരുടെ പോസിറ്റീവ് വശങ്ങളും അതുപോലെ തന്നെ
മുതലാളിമാർക്ക് കിട്ടുന്ന പൈസയും കുറിച്ചിട്ടൊക്കെ വലിയ ധാരണയിൽ പറയും. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് കണക്ക് നിങ്ങൾക്ക് ഓരോന്ന് എവിടെ നിന്ന് എത്ര രൂപ ചിലവ്, ഡീസലിന് എത്ര രൂപ ചിലവ്, ടോളിന് എത്ര രൂപ ചിലവ്, നമ്മൾ ചെക്ക് പോസ്റ്റിൽ കൊടുക്കുന്ന എത്ര രൂപ ചിലവ്, അതുപോലെ തന്നെ വേറെ പോലീസ് വല്ല ഇത് ചിലവുണ്ടെങ്കിൽ അങ്ങനെ, പിന്നെ കയറ്റ് ഇറക്ക് കാശുകൾ, അതുപോലെ തന്നെ മാമൂലി കാശുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിച്ചിട്ട് എത്ര രൂപ ഒരു ലോഡിനുള്ള കറക്റ്റ് കണക്ക് എത്ര രൂപയുണ്ടെന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ റൂമിൽ ചെന്നിട്ട് എഴുതി വെച്ചിട്ടുള്ള കണക്ക് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കാരണം വേറൊന്നും കൊണ്ടല്ല, ആൾക്കാർക്ക് അറിയാവുന്ന, നമ്മൾക്ക് അറിയാവുന്ന കണക്ക് നമുക്ക് എന്തായാലും കണക്കൂട്ടി നിങ്ങളെ കാണിച്ചു തരുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഈ വണ്ടി എടുത്ത അന്ന് മുതൽ ഇപ്പോൾ 30 ദിവസമായി വണ്ടി എടുത്തിട്ട് 30 ദിവസമായിട്ടുള്ള കറക്റ്റ് കണക്കുകൾ ഫുള്ള് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള നിങ്ങൾക്കറിയാം. നമ്മൾ കണക്കുകളും കാര്യങ്ങളായാലും പറയാറുണ്ട്. അപ്പോൾ ഈ കണക്കുകളും കാര്യങ്ങളൊക്കെ ഫുള്ള് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത് ഇതിൽ നിന്നും 1 രൂപ ലാഭം പിടിക്കാൻ ഈ നിലയ്ക്ക് കൊണ്ടുനടക്കുകയാണെങ്കിൽ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, പല ട്രിക്കുകളും ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ട്രിക്കുകളും കാര്യങ്ങളും നമുക്ക് കറക്റ്റ് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഓട്ടം പോകണ വഴിക്ക് ഞാനിപ്പോൾ 2 പേരോട് നമ്മുടെ കൂട്ടുകാരെ വിളിച്ച് ചോദിച്ചു പറഞ്ഞു, ചേട്ടാ എന്തിനാ ആ വഴിക്ക് അങ്ങനെ പോകണം, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ വഴിക്ക് നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ടോൾ വരും. അപ്പോൾ ഈ ടോളില്ലാത്ത വഴി തമിഴ്നാട്ടിൽ നമ്മൾ എങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കും? അപ്പോൾ ആരെങ്കിലും കണ്ട് നമ്മളൊരു സ്ഥലത്ത് നിർത്തിയിട്ട് അവരോട് ചോദിച്ച് പിടിച്ച് പോവുകയാണെങ്കിൽ ഓക്കെ. ഇതിപ്പോൾ എവിടെ ടോൾ വരാൻ പോകണമെന്ന് വെച്ചാൽ അവിടെ നിന്ന് തിരിഞ്ഞ് വേറെ വഴിക്ക് വന്ന് കയറി അതിനൊക്കെ നമുക്ക് എങ്ങനെ അതൊരു പിടി കിട്ടും? എനിക്ക് അറിയില്ല ഇതൊന്നും എങ്ങനെ മനസ്സിലാക്കി എടുക്കണം എന്നുള്ളത്. അടുത്ത ബസ് വന്ന് നിർത്തിയിട്ട് ഇത് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തണം. ലോക്കൽ ബസ് പോലെയാണല്ലോ കണ്ടിട്ടിരിക്കുന്നത്. ഈ ബസ്സൊക്കെ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തുകയാണോ? ആർക്കെങ്കിലും ഭക്ഷണം കഴിക്കണേ, ഡ്രൈവർക്കും ക്ലീനർക്കും ഭക്ഷണം കഴിക്കാനാവും. ആവശ്യമുള്ളവർക്ക് ഇറങ്ങി റെസ്റ്റ് എടുത്തോളാണ് പറയണത്. ഇറങ്ങണ്ട. അപ്പോൾ ലോങ് ബസ്സാവും. ഇത് എവിടെയൊന്നും വായിക്കാറില്ലാത്ത കാരണം പിന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ വണ്ടിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കി വെച്ചിടത്തോളം എനിക്ക് ഇത് പ്രാക്ടിക്കബിളായിട്ട് തോന്നുന്നില്ല. ഞാനിതിന് മുന്നേ കൊണ്ടുവരുന്ന ഫീൽഡ് ഇതിന് സുഖകരമായതുകൊണ്ടായിരിക്കാം എനിക്കിത് തോന്നത്തിൻ്റെ കാരണം നമ്മൾ ടിപ്പറാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ശരിക്കും പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓട്ടം കിട്ടാനൊന്നും ഇതിൻ്റെ പകുതി ബുദ്ധിമുട്ടില്ല. പിന്നെ ഓടി കഴിഞ്ഞ് കഴിഞ്ഞാലും അത്യാവശ്യം ലാഭമുണ്ട്. പക്ഷേ ടിപ്പറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മെനക്കെടാൻ തയ്യാറില്ലാത്തതുകൊണ്ടാണ് ഓട്ടം കുറഞ്ഞതിൻ്റെ മെയിൻ കാരണം. ശരിക്കും ഇപ്പോൾ നമ്മൾ ഈ മെനക്കെടൽ ശരിക്കും പറഞ്ഞാൽ ടിപ്പറിലാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി പൈസ കിട്ടും. അതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. വണ്ടിയിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങി, പക്ഷേ ഫുഡ് കഴിക്കാനുള്ള ആൾക്കാരാകെ 3 പേരാണ് കടയുടെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വെറുതെ മൂത്രം വയ്ക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് കയറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കൊരു വണ്ടി വരും, ഇതിൽ നിന്ന് 10 പേര് ഭക്ഷണം കഴിക്കാൻ കിട്ടും എന്നൊക്കെ ചിന്തിക്കാനേ പറ്റുള്ളൂ. എല്ലാ ഫീൽഡുകളും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഗുണദോഷങ്ങൾ എല്ലാത്തിലും ഉണ്ട്. ചിലവർ ഗുണങ്ങൾ മാത്രമാണ് പറയുള്ളൂ. രണ്ടും കൂടി പറഞ്ഞു തരാൻ നിങ്ങൾക്കറിയുള്ളൂ. ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെയുള്ള ഗുണം വണ്ടിക്ക് ലോഡ് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു 100, 200, 300, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഒരു 300 കിലോമീറ്റർ തിരിച്ചു പോകണമെങ്കിൽ ആ 300 കിലോമീറ്റർ വണ്ടിയിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് നല്ല സുഖമാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ആർടിഒ പോസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ പോലീസ് കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള കേസുകളൊന്നും കാനാക്കേണ്ട കേസില്ല. അപ്പോൾ നമുക്ക് വേറെ വണ്ടിക്ക് കംപ്ലൈൻറ്റ് ഒന്നുമില്ലെങ്കിൽ ഇത്ര ദൂരം കണ്ടിന്യൂസ് പോകുക. ഇപ്പോൾ നമ്മൾ ഏറ്റവും ലോങ്ങാണ് പോകണമെങ്കിലും സുഖമാണ്. വണ്ടിയിൽ ലോഡ് കയറ്റി കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി കിട്ടുകയാണെങ്കിൽ തട്ടുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു ദിവസം വൈകി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അത്ര ലോങ് നമ്മൾ പോകുമല്ലേ, 4 ദിവസത്തെ യാത്ര കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ നമ്മളൊരു സ്ഥലത്ത് എത്തേണ്ടാവുക. അപ്പോൾ നമുക്ക് ഒരു ദിവസം വൈകിയോണ്ടോ അല്ലെങ്കിൽ 2 ദിവസം വൈകിയോണ്ടോ കുഴപ്പമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരു റണ്ണിങ് ആകെ നമുക്ക് 12 മണിക്കൂർ റണ്ണിങ് ഉള്ള സ്ഥലത്തേക്ക് വന്നിട്ട് 2 ദിവസം വെയിറ്റിങ് ലോഡ് ഇറക്കാമെന്ന് പറയുമ്പോൾ വലിയ പ്രശ്നമാണ്. അപ്പോൾ ആ വാടക നമുക്ക് അത്ര കുറച്ചല്ലേ കിട്ടണുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ. ഞാനിനി അടുത്ത ഇത് മുതൽ കണക്ക് കാര്യങ്ങൾ ഞാൻ റൂമിൽ ചെന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എത്ര രൂപ കിട്ടി, ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് ടോൾ കൊടുത്തത്. ഇപ്പോൾ ഒരു ടോൾ കൊടുത്തിട്ടുള്ള 660 രൂപയായിരുന്നു ടോളിൻ്റെ റേറ്റ്. മെസ്സേജ് വന്നേക്കണേ 950 രൂപ പോയി എന്ന് പറഞ്ഞിട്ടാണ്. ഞാനിപ്പോൾ വിളിച്ച് ഫെഡറൽ ബാങ്കിൽ വിളിച്ച് അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർ പറയുകയാണ് അത് നിങ്ങൾ മറ്റേ വീണ്ടും മെയിൽ അയച്ചിട്ട് ഞങ്ങൾ ചെക്ക് ചെയ്യാമെന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഈ 660 രൂപയുടെ കേസിന് 950 രൂപ ഇതിനകത്ത് പോയി എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ബാങ്കിലത്തെ സ്റ്റേറ്റ്മെൻറ്റ് അതിലും മെസ്സേജ് വന്നതും ഒക്കെ 950 രൂപ. ഇത് എന്താണെന്ന് അവർ അന്ന് ഞാൻ പറഞ്ഞത് 40 രൂപയുടെ കേസിനായിട്ട് നമ്മൾ വഴക്ക് കൂടിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് അന്ന്. പക്ഷേ വീണ്ടും ഇപ്പോൾ ഈ പൈസ 300 രൂപ കൂടുതൽ പോയിരിക്കണം. ഇത് ആരോടെ നമ്മൾ പറയും. ഇതൊക്കെ രണ്ടാമത് ഒരു ലോറിക്കാരൻ എന്ന നിലയ്ക്ക് നമുക്ക് പോയി ഇതൊക്കെ വീണ്ടും റിട്ടേൺ എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇത് എനിക്കറിയില്ല എന്താണെന്നുള്ളത്. അപ്പോൾ മനസ്സിലാവാത്തതുകൊണ്ട് നമ്മൾ പകുതി കാര്യങ്ങൾ ഓരോ ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളോടായാലും നമ്മൾ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് പറയുന്നത്. ഇത് സംഭവം ഇപ്പോൾ ഒരു ദിവസം ഇരുന്ന് ഇപ്പോൾ 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസമായിട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുക തന്നെയാണ്. വഴിയിലെ കാഴ്ചകളും കണ്ട് റോഡിലെ കാഴ്ചകളും കണ്ട് പക്ഷെ നമ്മൾ സന്തോഷമായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ലോഡ് കിട്ടുമ്പോൾ കിട്ടട്ടെ എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് നമുക്കുള്ളൂ. അല്ലാണ്ട് നമ്മളിനിപ്പോൾ ഇതിന് തലമുട്ടി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതിപ്പോൾ ഈ ഒരു ടെൻഷൻ നമ്മൾ വീട്ടിലെടുത്തായിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ അന്യനാട്ടിലൊന്നും വെറുതെ എന്താ പറയുക ഒരാവശ്യമില്ലാണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പറ്റിയ മേഖലയല്ല എന്ന് നമുക്ക് മനസ്സിലായി. എന്തായാലും
റൂമിലേക്ക് ചെല്ലിട്ട് അവർ കുറേ നേരമായിട്ട് കിടന്നുറങ്ങായിരുന്നു. മുത്ത് ഉറങ്ങണില്ലെന്ന് പറഞ്ഞു. മുത്ത് മൊബൈലും നല്ല ഹാപ്പി ആയിട്ട് ചെയ്യുന്നത്. ഞാനാണെങ്കിൽ ഞാനിപ്പോൾ എഴുന്നേക്കുണ്ടെങ്കിൽ വന്നിട്ട് ഫുഡ് കഴിക്കാൻ പറയട്ടെ. ഈ വണ്ടിക്കാരൊക്കെ ഇനി ഏറ്റവും അവസാനം ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഫുഡ് കിട്ടാണ്ട് വരും. അപ്പോൾ അത് കാരണം ഫുഡ് കഴിക്കാൻ ഉറക്കത്തിൽ നിന്നായാലും ചിലപ്പോൾ ഇപ്പോൾ വേണ്ടാന്ന് പറയും. എന്നാലും ഒന്ന് പോയി ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഈ ഹോട്ടലിൻ്റെ കിച്ചണാണ് കേട്ടോ നേരെ ബാക്കിൽ കാണുന്നത്. കണ്ടോ, ഇവിടുന്ന് മുകളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നതാണ് നമ്മുടെ റൂം. എന്താ പരിപാടി? മേടിച്ചില്ല. ഞാൻ വിചാരിച്ചു നമുക്ക് പോയി കഴിച്ചാലോ ഒന്ന്. അവിടെ വണ്ടികളൊക്കെ നിറച്ചും വന്നേക്കുക. അപ്പം ഞാൻ വിചാരിച്ചു പാർസൽ ഞാൻ ആ സമയത്ത് ചോദിക്കണ്ട, പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. പോയി കഴിക്കണ? എനിക്ക് വേണമെന്നില്ല കേട്ടാ. മുത്തിന് വേണോടാ? നിതയ്ക്ക് എന്തായാലും വേണ്ട. നിത രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. എന്നാ വാ. അപ്പം എന്നാൽ നമുക്ക് അവിടെ ഇരുന്നിട്ട് ചൂടില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കഴിക്കാം. അല്ല, അവിടെ ചൂടില്ല വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേ ഫാൻ ഇട്ടിട്ട് അവിടെ വാഹനത്തിട്ട് തണുപോലെ. അപ്പോൾ ഇല്ല വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാമെന്ന്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് മേടിച്ചോണ്ട് വരാം. ഏതെങ്കിലും ഒന്ന് ചെയ്യാം. എന്തേ അവിടെ പോയിട്ട് കഴിക്കാൻ പറ്റുമെന്ന് നോക്കാമെന്ന്. ഓക്കെ, ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കി. വാ, എല്ലാം ഭംഗിയായിട്ടിരിക്കട്ടെ. തൊട്ടടുത്ത് ചിക്കൻ റൈസൊക്കെ കിട്ടും. ഇത് വെജിറ്റേറിയനാണ്. ചിക്കൻ റൈസൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നലെ കഴിച്ചില്ല. ഇന്നലെ വൈകുന്നേരം കഴിച്ച സ്ഥലത്തേക്ക് തന്നെ പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നലെ അത് കഴിച്ചത് നല്ല ഇഷ്ടപ്പെട്ടു. ഫ്രൈഡ് റൈസ് കിട്ടിയില്ല, നൂഡിൽസ് തന്നെ നല്ലതായിരുന്നു. പക്ഷേ ഇവിടെ വന്നിറങ്ങി കഴിഞ്ഞാൽ ഇത് എന്താ വേണ്ട, ഒരു കുട അത്യാവശ്യമായിട്ട് നമ്മൾ കയ്യിൽ വെക്കണം അല്ലേ, അല്ലെങ്കിൽ പുള്ളി ചാവുതേ. അവിടെ വരെ നടന്നാൽ മതി സംഭവം. ദേ കാണുന്നതാണ് കട. കണ്ടാ? ഇന്നലെ ഫ്രൈഡ് റൈസ് കിട്ടാത്തതിൻ്റെ വിഷമത്തിലാണ് അവൻ. പക്ഷേ അവിടെ വരെ എത്തുമ്പോഴേക്കും നമ്മൾ വെയിലത്ത് പുകയും. നമ്മൾ വേഗം നടക്കുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ഇവിടെയുള്ള ആൾക്കാർക്ക് ഇവിടെയുള്ള ആൾക്കാർക്ക് മുത്തോടിക്കോ ഹെൽമെറ്റ് അറിയില്ല കേട്ടോ എന്താണെന്നുള്ളത്. ഒറ്റ ബൈക്കുകാർക്ക് അറിയില്ല ഹെൽമെറ്റോ അത് എതുക്കുന്നത്. അതേ നോക്കിയേ, ഇവിടെ ആരെങ്കിലും ഹെൽമെറ്റ് ഉണ്ടോ നോക്കിയേ. ഞാൻ രാവിലെ മുതൽ കുറേ നേരം നോക്കി, ഒരാൾക്ക് പോലും ഇല്ല. ഇപ്പോൾ തമിഴ്നാട്ടിലെ ശരിക്കും സിറ്റികളുടെ ഉള്ളിൽ മാത്രമേ ഉണ്ട്. നമ്മുടെ അവിടെ ഏത് ഗ്രാമത്തിൻ്റെ ഉള്ളിൽ പോവുകയാണെങ്കിലും എല്ലാവർക്കും ഹെൽമെറ്റ് വേണം. ഇവിടുന്ന് അതേപോലെ തന്നെ കൃഷ്ണർ വണ്ടി. ഈ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഓടടിക്കുന്ന വണ്ടി. ഇന്നലെ മുതൽ ഞങ്ങൾ കണ്ടു തുടങ്ങിയതാണ്. ഈ വണ്ടി അതെ, ഈ ഭാരത് ബെൻസും അതെ. ഈ രണ്ട് വണ്ടികളാണ് ഇതിൽ സ്ഥിരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെ സെയിം. അത് 6 യൂണിറ്റ് 7 യൂണിറ്റ് ആക്കിയിട്ടുള്ളതാ. വലിയ വണ്ടി ആക്കിയിട്ടുള്ള സൈഡ് ബോഡി നീട്ടം കൂട്ടിയിട്ടുണ്ട്. എൻ്റെ പൊന്നോ പൊള്ളണേ, ഓട്. നമ്മൾ നിന്ന ഹോട്ടലില്ലേ, ഹോട്ടലല്ല ഹോട്ടലിൽ അതിൻ്റെ അവിടുത്തെ റിസപ്ഷനിലെ ആളെ പറഞ്ഞത് ഇവിടെ ഫുൾ ടൈം ഓണായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയുന്നു ആഴ്ചയിൽ ഒരു ദിവസം ഇവർ റെസ്റ്റ് ആക്കും. അത് ശനി ഞായറൊന്നുമല്ല, ഇന്നാണ് അവർ റെസ്റ്റ് ആക്കണ ദിവസം. അപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള ദിവസമില്ല. നമ്മുടെ ഭാഗ്യം കൊണ്ട് ആ ചൂടത്തോടെ നമ്മളിവിടം വരെ നടന്നു വന്നപ്പോൾ സംഭവമില്ല. ചിക്കൻ റൈസ്, അതെ ചിക്കൻ റൈസ്. ഇവന് ചിക്കൻ റൈസ് എന്ന് പറഞ്ഞാൽ ഓടിയതാ. വൈകുന്നേരം ചിക്കൻ റൈസ്, ഉച്ചയ്ക്കും ചിക്കൻ റൈസ്. ഒരു ചിക്കൻ റൈസ് ഇല്ല, ആകെയുള്ളത് കരിമ്പ് ജ്യൂസ് ഉണ്ട്. കരിമ്പ് ജ്യൂസ് വേണമെങ്കിൽ കുടിക്കാം. കരിമ്പ് കഴിക്കാൻ പറ്റും. പക്ഷെ ജ്യൂസ് എത്ര രൂപയാന്ന് ചോദിച്ചു. അനി കരിമ്പ് ജ്യൂസ് എത്ര രൂപ? ജ്യൂസൊക്കെ 25. നമ്മുടെ അവിടെ എത്ര രൂപയാ? കരിമ്പ് മാത്രാ? അത് ജ്യൂസാക്കിയിട്ട് തരുള്ളൂ. അങ്ങനെ തരില്ല. ഇത് കരിമ്പ് മട്ടും കിടക്കുമാ എന്താ മാതിരി? ഹാർഡ്. അതെ, തിന്നാൻ പറ്റില്ല. ഭയങ്കര സോഫ്റ്റ് ഉള്ളത് നമുക്ക് തിന്നാൻ പറ്റുള്ളൂ. ഇത് സോഫ്റ്റ് അല്ല, ഇത് ഹാർഡാണ്. അപ്പോൾ അത് കാരണം അത് പറ്റില്ലാന്ന്. അപ്പോൾ എന്തായാലും രക്ഷയില്ല. അയ്യോ വെയില് ദൈവമേ. ഓട്. റൂംസ് അവൈലബിൾ. കണ്ട വലിയ ബോർഡുണ്ട്. ഇത് പുതിയ ഹോട്ടലാന്നേ. അതിൻ്റെ ഫ്രണ്ടൊക്കെ കാണാനേ ഒരു ഭംഗിയില്ല. അതുകൊണ്ട് നമുക്ക് പഴയതാന്ന് തോന്നണതാ. ഇത് തമിഴ്നാട് സ്റ്റൈലിലാണ് ഈ സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാണ്ട് ഹോട്ടല് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല ഹോട്ടലാണ്, വൃത്തിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഒരു പ്രശ്നമില്ല. 1200 രൂപയാണ് നമ്മൾ ആകെ കൊടുത്തത്. 1200 രൂപയ്ക്ക് AC റൂമും നല്ല ബെഡും നല്ല പില്ലോയും ഒക്കെ കിട്ടി. അപ്പോൾ അത് കാരണം അത് നഷ്ടക്കച്ചവടമല്ല. നമുക്കിനിപ്പോൾ എന്തായാലും താഴത്തെ ഹോട്ടൽ തന്നെ ശരണം. താഴത്തെ ഹോട്ടലിൽ എത്രയാണ് ഫുഡിന് പറഞ്ഞാൽ 100 രൂപയോ വെജിറ്റേറിയൻ ഊണിന്? ഇതെന്ത് കറിയാണ്? പയറല്ലേ? പയർ. ഇതെന്നെ കറി? പൊട്ടാറ്റോ. പറയിക്ക. പറയിക്കയാണ്. എന്നിട്ടാ നോക്കി ഇതേ പറയിക്ക. ഇത് പയറും വേറെന്തൊക്കെയാ സാധനം മിക്സാണ് കേട്ടാ. നോക്കി നോക്കാം. പപ്പടം ഉണ്ട് കേട്ടോ. ആപ്പളം, റൈസ് കണ്ട. പിന്നെ സാമ്പാർ കിട്ടില്ലേ? സാമ്പാർ രസമൊക്കെ ഉണ്ട്. എന്ത് കുഴമ്പ്? എന്ത്? കാരക്കുളമ്പ് എന്നാ? അത് കൊഞ്ചം കൊണ്ടുപോവാ. അതും രസവും സാമ്പാറും വേണം. 3 കൂട്. ഇത് മൊത്തം കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളും കൂടി ഷെയർ ചെയ്യാം, കുഴപ്പമില്ല. മത്തങ്ങ. ഇത് പയർ. നമ്മൾ നേരത്തെ പയർ തന്നെയല്ല, പയർ മാത്രമേ ഉള്ളത്. 3 കുളമ്പും ഉണ്ട്. ഏത് കുളമ്പ് വേണം നിനക്ക്?
ഇത് എന്തിട്ടായിരുന്നു കാരക്കുളമ്പ് ഒഴിച്ചോ? പിന്നെ എന്തിനാ രസം ഒഴിച്ചാ? സാമ്പാറും രസം ഒഴിച്ച്. ആ ടേസ്റ്റ് എങ്ങനെയുണ്ട്? എല്ലാം രസമുണ്ട്. നല്ലതാ, സൂപ്പർ ഫുഡാണോ? ആ എന്തായാലും ഉദ്ദേശിച്ച പോലെ കേട്ടോ, കറികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ, അടിപൊളി ടേസ്റ്റാ. സാമ്പാറും കുഴപ്പമുണ്ടായിരുന്നില്ല, ഉച്ചയ്ക്ക് നമ്മൾ രാവിലെ കഴിച്ചതല്ലേ, കുഴപ്പമില്ല. അപ്പൊ ശരിക്കും പറഞ്ഞ ഇതിന്റെ മിക്സുകൾ എന്തൊക്കെയാന്ന്, കാരക്കുളമ്പിന്റെ സാധനത്തിന് എന്തിട്ടാ മിക്സ്? ഇതെന്താ? ഇതാണ് ഉരുളക്കിഴങ്ങ്. കാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് അതിനാണോ കാരക്കുളമ്പ് എന്ന് പറയാ? അറിയോ? എനിക്കറിയില്ല. എന്തായാലും കാരക്കുളമ്പിന്റെ ഒരു കഷ്ണം ഞാൻ കഴിക്കും. ഉരുളക്കിഴങ്ങാണോ സാധനം, അതിനായിരിക്കും മിക്കവാറും, അറിയില്ല കേട്ടോ. അപ്പൊ മൊത്തം കൂടി ചേർന്നു ഫുഡില്. ആകെ ഇത്ര ഫുഡാണ് കിട്ടുക. ഇനി അഡീഷണൽ വേണമെങ്കിൽ പൈസ കിട്ടണം, വേണമെങ്കിൽ പറഞ്ഞു കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ടൊരു ഊണ് കഴിച്ചു കേട്ടോ. നമ്മള് എയിം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് കയറിയിട്ട് ഇത്ര എയിം കിട്ടിപ്പില്ല. സൂപ്പർ ഊണായിരുന്നു, എല്ലാ കറികളും ഇല്ലേ, അടിപൊളി ടേസ്റ്റ്. അതുപോലെ മോര്, സാമ്പാർ, രസം, പിന്നെ എന്തിട്ടാ കാരക്കറി, എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും സംഭവം കലക്കി. ഒരു ഊണ് കഴിക്കാൻ വിചാരിച്ചു വന്ന ആൾക്കാരാണ്, 3 ഊണ് കഴിച്ചു. അപ്പോൾ ഞങ്ങള് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇറങ്ങി. ഞങ്ങൾ 3 പേര് റെസ്റ്റ് എടുക്കാണ് കേട്ടോ. വണ്ടിയുടെ തൊട്ടടുത്ത് പോയിട്ടേക്കാണ്, ഹോട്ടലിൻ്റെ തൊട്ട് സൈഡിൽ. ഒതുങ്ങി വെയിലൊന്നും ഇല്ലാത്ത തണലുള്ള നല്ല സ്ഥലത്തായി. നേരത്തെ വന്നപ്പോൾ വെയിലുണ്ടായിരുന്നു, ഇപ്പോൾ തണലായി, കുഴപ്പമൊന്നുമില്ല. ഇപ്പം സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3:30 സമയം, വെയിൽ 6:30. 3:30 ഞങ്ങൾ ഊണ് കഴിച്ചത്. അപ്പം ഇനിയിപ്പോൾ എന്താ പറയുക, പറ്റുകയാണെങ്കിൽ അമ്പലത്തിൻ്റെ അവിടേക്ക് ഒന്ന് പോകാം. മുത്തിനാണെങ്കിൽ ഈ സംഭവം കിട്ടിയ കാരണം ഇപ്പോൾ ഇത് എന്നെ സ്ഥിരം അല്ലേ കളി. ഇപ്പം ഭക്ഷണം കഴിക്കാൻ വന്ന അപ്പം തന്നെ ഈ സാധനം ഒരെണ്ണം സിറ്റിയിലാണ്. ഇത് മുത്ത് ഇതേവരെ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന കാരണം പ്രശ്നമില്ല. ഇപ്പോഴായ കാരണം എന്താ പറയാ, പിള്ളേർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ആ നൊസ്റ്റാൾജിയ പുതുക്കാൻ വേണ്ടി ഞാൻ പോയിട്ടല്ലേ, അല്ലാണ്ട് വേറൊന്നായിട്ടല്ല. അതിന് മിഠായിക്കല്ല ടേസ്റ്റ്, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലാണ്. അതാണ് ഈ പശു വരുന്നുണ്ട് കേട്ടോ. ബാഹുബലിയിലെ കാളയാ, മാറിക്കോ ചിലപ്പോ കുത്തിയിട്ട്. അല്ല കാളയല്ല, പശുവാ, അതാണ് കുഴപ്പമില്ല. ഗോമാതാവാ, ഒന്നും ചെയ്യില്ല. ചെറുക്കൻ്റെ ഉള്ളിൽ ആ ചെരുപ്പിന്റെ ഉള്ളിൽ കല്ല് മാത്രല്ല, ആ ചെരുപ്പിന്റെ അത് തേഞ്ഞു പോവാറായി. അത് ഇനി പൊട്ടിച്ചിട്ട് പുതിയ ചെരുപ്പ് മേടിക്കാൻ പറഞ്ഞു അവൻ. അതിനുമ്പോ കണ്ണ് കാണും അവൻ്റെ കുറെ നേരമായിട്ട്. കണ്ണ് കാണില്ല എന്ന് പറയാ. കണ്ണ് കാണില്ല, ടെസ്റ്റ് ചെയ്യേണ്ടി വരും. കണ്ണറും ടെസ്റ്റ് ചെയ്യല്ല. അതേ ഇത് എങ്ങനെയാ ഇവന് കണ്ണ് കാണാ? അയ്യേ ഇന്ന് എന്തൊക്കെ നിന്റെ കണ്ണ് കാണാം, അല്ലാണ്ട് നിന്റെ കണ്ണിന്റെ കുഴപ്പമില്ല, കണ്ണാടയുടെ കുഴപ്പമാ. അവന് കഴുകില്ല, കഴുകില് കണ്ണട ക്ലീൻ ആക്കി വെക്കുക, ഒന്നും ചെയ്യില്ല. നോക്കിയോട്ടോ മുത്ത, ഇനി വെച്ച് നോക്കടാ മോനെ. അതിന് വെച്ചാൽ നന്നായിട്ട് ക്ലിയർ ആവും. കണ്ണ് കാണാനില്ലാന്ന് ചെളിയായിട്ട് അതിന്റെ അടുത്ത് 2 ദിവസം മുന്നേ പറയാ, അമ്മ എനിക്ക് കണ്ണ് കാണാനില്ല ചേട്ടാ, എന്റെ ഈ പവർ മാറ്റാറായിണ്ടെന്ന്. സ്കൂള് തുറക്കണേ മുന്നേ ഡോക്ടറെ അടുത്ത് പോയിട്ട് കണ്ണിന്റെ പവർ ചെക്ക് ചെയ്യണമെന്ന് പിള്ളേരുടെ കാര്യം ഞാൻ ആലോചിക്കുക. കണ്ണാട തുടക്കാണ്ട് കണ്ണ് കാണാനില്ല, പവർ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞോണ്ടിരിക്കണത്. ഇങ്ങനെയുള്ള ടീമുകൾ ഇവനൊക്കെ വളർന്നു വരുമ്പോ എന്താവും എന്റെ ദൈവം. ഓട്ടയാവാൻ പോവാന്ന് പറയുന്നത്. ഇവന്റെ ചെരുപ്പ് ഒരാഴ്ച കഴിഞ്ഞ് ഓട്ടയാവൂന്ന് കേട്ടോ. ഇവിടെ മേടിച്ച അപ്പൊ തന്നെ പുത്തൻ ചെരുപ്പേ പോരെ. ഇത് നോക്ക്, മേടിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ പൊട്ടിപ്പോയിട്ട് ആ ചെരുപ്പ് ഇട്ടിട്ടാണ് ഇപ്പോൾ ഞാൻ നടക്കണേ കണ്ടോ. എന്നിട്ട് നിന്റെ പൊട്ടാൻ പോണ ചെരുപ്പിനെ കുറിച്ചിട്ട് നീ പറഞ്ഞിട്ട് പുതിയത് മേടിക്കണം എന്ന് പറയണത്. എന്ത് രാജ്യം അത്. ഇത് അമേരിക്ക ആണെങ്കിൽ കുഴപ്പമില്ല, ആഫ്രിക്ക ആണെങ്കിൽ. ഇന്ത്യയിലെ ആൾക്കാർക്ക് പ്രതീക്ഷേട്ടൻ ചില്ലറയായിട്ട് കിട്ടണ ചില്ലറൊക്കെ അവന് കൊടുത്തായിരുന്നു കേട്ടാ. അപ്പൊ ഇപ്രാവശ്യം ചായ കുടിച്ചപ്പോ 20 രൂപ കൊടുത്തു. അപ്പൊ 15 രൂപയാണെങ്കിൽ നിന്റെ 5 രൂപ കൊടുത്തിട്ട് ബാക്കി 10 രൂപ അപ്പനും തരണട്ടാന്ന് പറഞ്ഞപ്പോ അവന് ആകെ ടെൻഷനായി. അപ്പൊ അവന്റെ പൈസ കുറഞ്ഞല്ലോ. തേരം വരെ ചട്ടപ്പട്ടയെന്നൊക്കെ പറഞ്ഞിട്ട് സാധനം മേടിക്കാനായിട്ട് അങ്ങോട്ട് പോയേക്കാട്ടാ. എന്തായാലും നമ്മളുടെ ഇവിടെ വന്നിരുന്നിട്ട് രാവിലത്തെ ഫുഡ്, ഉച്ചക്കലത്തെ ഫുഡ്, ഇനിയിപ്പോ വൈകുന്നേരത്തെ ഫുഡ് കൂടെ തന്നെയാണല്ലോ കഴിക്കുന്നത്. ചട്ടപ്പട്ടയും കൊണ്ട് വന്നാണ്. എത്ര രൂപ ചട്ടപ്പട്ടയ്ക്ക്? 5 രൂപ. ഈ ബാക്കി എത്ര രൂപയുണ്ട് നിന്റെ? 5 രൂപ. സന്തോഷമായിട്ടോ. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു കടയിലൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയുമ്പോ സാധനം മറ്റു വണ്ടി നിർത്തി നമ്മളൊന്നും മേടിക്കില്ലല്ലോ. അപ്പൊ ഇങ്ങനെ സാധനങ്ങൾ കിട്ടുന്നു. അപ്പൊ അത് വേണം ഇത് വേണം അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞു നിക്കാം. ഞാൻ മേടിച്ച് നിക്കപ്പോ ചട്ടപ്പട്ടയും മേടിച്ച് ഇനിയുണ്ട് ആവശ്യം വരും. എന്താ ഞങ്ങക്ക് പോയില്ലേ? ഇത് കുറുക്കുറ ചട്ടപ്പടയല്ല, അത് കുറുക്കുറ.
നോക്കിട്ടോ അത് ഒരു കാര്യം ചെയ്യടാ, ഒരു 5 ഉറുപ്പിക കൂടി മേടിച്ചോ ചട്ടപ്പട, ഞങ്ങൾക്ക് ഒരം മേടിച്ചോ, അത് അവന് കൊടുക്കടി, തിരിച്ചു കൊടുക്ക്, അതവന് തിരിച്ചു കൊടുത്താ. ഞങ്ങൾക്ക് ഒരം മേടിച്ചെന്ന് നിന്റെ 5 രൂപ കൊണ്ട്. ഞാൻ തന്നെടാ പൈസ, എന്നിട്ട് എന്ത് തരാത്ത? ആ താങ്ക് യു. ആ എന്റെ ചില്ലറ പൈസ മുഴുവൻ മേടിച്ച് ശേഖരിച്ചിട്ട് വീട്ടിലാണെങ്കിൽ ഞാൻ വീട്ടിലാണെങ്കിൽ ഇല്ലേ ഞാൻ മറ്റേ ഇതിലിട്ട് ഇരിക്കണതാ ചില്ലറ പൈസ. അവന് കൊടുത്തിട്ട് അവനെടുത്തിട്ട് ഒരു ഇത് മേടിച്ചേടാന്ന് പറയുമ്പോ പിടിക്കേണ്ട അവസ്ഥയാ. വണ്ടി പാവം ഒന്നും ചോദിക്കാനില്ല, ഒരു സ്ഥലത്ത് ഒതുങ്ങി കിടക്കുക, ചായയും ചോറൊന്നും വേണ്ടാത്ത തന്നെ രക്ഷപ്പെട്ടു. ഇതിന് 3 നേരം ഭക്ഷണം വേണമെങ്കിൽ ആനയുടെ പോലെയാണെങ്കിൽ ഇപ്പൊ പെട്ടേനെ. ഇത് പറയാം ചേട്ടാ നിങ്ങൾ ചോറിനില്ല എനിക്കൊരു ചോറ് മേടിച്ചാന്ന് പറഞ്ഞ പെട്ടേനെ. ഡീസലുണ്ട്, ഡീസല് ഹാഫ് ടാങ്കായി, മുക്കാൽ ടാങ്ക് ഇല്ല ഇല്ല. പിന്നെ നമ്മള് വണ്ടിയില് വെള്ളം നോക്കി, ഓയിൽ നോക്കി, ഓയിൽ ഒന്ന് നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. അത് പറഞ്ഞപ്പോഴാണ് വെച്ചാൽ ഇന്നലെയാ മറ്റേ ഓയിൽ നോക്കിയത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ അത് ഇടയ്ക്കല്ല ഫുൾ ടൈം സ്റ്റാർട്ട് ചെയ്തല്ലേ അറിയാൻ പറ്റില്ല. വെള്ളം ഫുള്ളായിട്ടുണ്ട്, വെള്ളം നമ്മൾ നോക്കിയപ്പോ ഫുള്ളായിട്ട് മണ്ണല്ലേ. ആ അതെ, അത് എന്തിന്റെ കൂട് ഉണ്ടാക്കാൻ നോക്കിയതാ. അയ്യോ ആദ്യം കുറിക്കണ്ട. അപ്പൊ നമ്മള് വേറൊരു കാര്യം തീരുമാനിച്ചിട്ടോ, ഇന്നത്തേക്ക് ഓട്ടം കിട്ടാത്തത് കൊണ്ട് തന്നെ നാളേക്ക് നമ്മള് ഏർലി മോർണിംഗ് നമ്മള് യാത്ര തുടങ്ങാണ്. നമ്മൾ നേരെ തൂത്തുക്കുടിക്ക് പോവാണ് ഉപ്പ് കയറ്റാനായിട്ട്. അപ്പൊ ഇവിടുന്ന് അത്യാവശ്യം ദൂരം ഉണ്ട്, 230 കിലോമീറ്റർ ഉണ്ട് ദൂരം. അപ്പൊ വേറെ ഓട്ടൊന്നും കിട്ടില്ല. അപ്പൊ പിന്നെ അത് നോക്കി നിന്നിട്ട് കാര്യമില്ല. 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ ഇവിടെ നിൽക്കണേൽ പ്രത്യേകിച്ച് അപ്പൊന്നും ഞാൻ കണക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയി റൂമിൽ എത്തി കഴിയുമ്പോൾ കണക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ ഒരു ട്രിപ്പിന്റെ കണക്ക് കാണിച്ചു തരാം, അതുപോലെ അതിനകത്ത് ആ ലിസ്റ്റിൽ എഴുതി വെച്ചിട്ടുള്ള കണക്കുകളും കാണിച്ചു തരാം. നല്ല ലാഭമുള്ള പരിപാടിയാണ്. അപ്പൊ ആൾക്കാര് നമ്മള് എന്താ പറയുക, ഇത് കൊണ്ട് നടക്കുന്ന ആൾക്കാർ പലരും പറഞ്ഞു നമ്മൾ ഇത് ബ്ലോക്ക് ചെയ്ത് നശിപ്പിക്കരുത്, ബ്ലോക്ക് ചെയ്ത് നശിപ്പിക്കുക. ഇതിൻ്റെ ലാഭനഷ്ടങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ട കേസ്. നമ്മളൊരു 15 ലക്ഷം രൂപ കൊടുത്തൊരു വണ്ടി മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ പുതിയ വണ്ടിക്ക് 50 ലക്ഷം രൂപ കൊടുത്ത് മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എന്ത് കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ. പിന്നെ ഒരു കാര്യം കേട്ടോ, എക്സ്പീരിയൻസ് വേണം നന്നായിട്ട്. കാരണം വഴികൾ അറിഞ്ഞിരിക്കണം, അതേപോലെ കോണ്ടാക്ട് വേണം, നല്ല പല സ്ഥലങ്ങളായിട്ടുള്ള കോണ്ടാക്ട് വേണം. പിന്നെ വഴി, അതാണ് മെയിൻ. കാരണം ടോൾ ഇല്ലാണ്ട് പോവാണ്, കുറെ വഴികളുണ്ട്, അത് പുതിയ നമുക്കൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമല്ല, നമ്മളൊരു പുതിയ വണ്ടി മേടിച്ചപ്പോൾ നമുക്ക് ഉണ്ടായ അനുഭവം, അതാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു ഫീൽഡിലേക്ക് പുതിയതായിട്ട് ഇറങ്ങാനാണെങ്കിൽ ആരും ഇത് ഇറങ്ങരുത് അല്ലേ. പുതിയതായിട്ട് ഒന്നും അറിയാണ്ട് ഇതില് എടുത്ത് ചാടരുത്. ഇത് എന്തിന്റെയാണെന്നറിയോ, ഇത് വാഷർ നമ്മുടെ ഗ്ലാസ്സിലേക്ക് വെള്ളം വരുന്നില്ലേ, അത് ഇവിടെ വിട്ട് കിടക്കായിരുന്നു. അപ്പൊ വെള്ളം ഗ്ലാസ്സിലേക്ക് വരണ്ടായിരുന്നില്ല. ഇത് കണ്ടോ, ഇതിനി കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഒന്ന് കയറ്റി വെക്കണം ആ ബ്ലേഡ് എടുത്തിട്ട്. ഇത് കണ്ടോ, ഇതിങ്ങനെ ലൂസ് അത് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇത് നോക്കട്ടെ പറ്റുകയാണെങ്കിൽ ഇപ്പൊ ശരിയായാലും ബ്ലേഡ് ഒന്നും വേണ്ട. അയ്യോ ഇനി കേറില്ലാണ്ട് വരുമോ? അയ്യോ ദേ പൊട്ടിപ്പോയി. ദ്രവിച്ചു. ആ പൈപ്പ് മൊത്തം മാറ്റേണ്ടി വരും. ഈശ്വര, പെട്ടു വെളുക്കാൻ വെച്ച് ഓയില് കൂളന്റ് കൂളന്റ് അല്ല, ഇതിനകത്ത് പച്ചവെള്ളമായി വണ്ടിയില്. ഇത് മേടിക്ക്. എനിക്ക് അതൊക്കെ ക്ലിയറായി. അതിന് ലാസ്റ്റ് നീളം കുറഞ്ഞു മാത്രം. ഇപ്പൊ വൈപ്പർ വർക്ക് ചെയ്യുമ്പോൾ ഊരി പോരും എന്നുള്ളത് അറിയില്ല കേട്ടോ. ഇത് മറ്റേ ഇതിലെ വെള്ളം വെക്കുന്നത് നമ്മുടെ അടപ്പ് പോയിട്ടോ, ഇതിന് അടപ്പില്ല. അടപ്പ് വെച്ച് അടച്ചു വെക്കുന്നത് ഗ്ലാസ്സിലേക്ക് വൈപ്പറിലെ വെള്ളം വരുന്ന സംഭവം. പിന്നെ ഇത് എന്താണെന്നറിയാം, ഇത് വൈപ്പർ വർക്ക് ചെയ്യണതിന്റെ കോലാണ്. ഈ വൈപ്പറും ബന്ധിപ്പിക്കുന്ന കോലാണ് ഈ വരുന്നത്. അതിന്റെ മോട്ടറാണിത്. വൈപ്പറിന്റെ ഈ മോട്ടർ കേടായ 2 വൈപ്പറും ഒരുമിച്ച് നിൽക്കും, അല്ലാണ്ട് ഓരോ വർക്ക് ചെയ്യുമ്പോൾ ഓരോ വർക്ക് ചെയ്യാണ്ടാവില്ല. അങ്ങനെ തന്നെയാണ് ഒരുവിധം വണ്ടികളിലൊക്കെ. അങ്ങനെ ഞാൻ കാണിച്ചപ്പോൾ പറഞ്ഞതാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ്, ക്ലച്ച് ഫ്ലൂയിഡ് ഒക്കെ വരുന്നത്. ഇത് ക്ലച്ചിന്റെ ആണോ എന്നറിയാം, ഫ്ലൂയിഡാണ് സംഭവം. ഇത് ഇതിന്റെ ആണെന്നോ എനിക്കറിയില്ല. ഇത് അടപ്പ് തുറക്കാൻ കിട്ടുന്നില്ല, ഇതിലൊക്കെ വേണം കുടിക്കാനായിട്ട്. പിന്നെ രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ടത് വേറെ ഒന്നുമില്ല. നമുക്ക് ആദ്യം നോക്കേണ്ടത് വെള്ളമാണ്. ഞാൻ ഇന്നലെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മൾ ഓടിയിട്ടില്ലല്ലോ. അപ്പൊ വെള്ളം ഇന്നലെയും വെള്ളം ഒന്ന് തുറക്കുമ്പോൾ തന്നെ വെള്ളം പോവാ. കണ്ടോ നോക്കി, കണ്ടോ ഫുള്ളാണ് വെള്ളം. വെള്ളം ഒഴിക്കേണ്ട വരുന്നില്ല. ഇന്നലെ നമ്മൾ ഇത്ര കിലോമീറ്റർ, അതായത് 500 കിലോമീറ്ററിന്റെ അടുത്ത് ഓടി വന്ന വണ്ടി നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല. പിന്നെ ഇനി ഓയിൽ നോക്കണമെങ്കിൽ ഒരു കടലാസ് വേണം. ഒരു കടലാസ് എടുത്ത് തുടയ്ക്കാനായിട്ട് ഇതേ കിടക്കുന്ന കടലാസ് എടുക്കും. ആ മറ്റേ സിഗരറ്റിന്റെ പാക്കറ്റോ അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന എന്തെങ്കിലും ഓയിൽ നോക്കണമെങ്കിൽ കാണിച്ചു തരാം.
ഓയിൽ നോക്കണം. വണ്ടിയിൽ എല്ലാ ദിവസവും രാവിലെ എടുക്കുമ്പോൾ നോക്കേണ്ട ഒരു സാധനം. ഇനിയിപ്പോൾ നാളെ രാവിലെ നോക്കണ്ടല്ലോ നമുക്ക്. അപ്പോൾ അത് കാരണം തന്നെ ഈ ഒരു ലിവർ പിടിച്ച് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഓയിൽ നോക്കുന്ന സംഭവം. ഇതിനിങ്ങനെ വലിക്കണം കേട്ടോ. മൊത്തം ഇത് പിടിക്കുമോ? ഇതിവിടെ പിടിക്കേ. ഇവിടെ പിടിക്കേ. ഇത് ഇത്ര നീളമുള്ള ഉറുമി പോലത്തെ സാധനമാണ്, വലിച്ചെടുക്കാൻ പറ്റേ. അങ്ങനെ കണ്ടോ. ഇതിൻ്റെ അളവ് നോക്കുക. ഇത് പിടിച്ചേ. ഇത് എവിടെയാ മുത്ത? തീപ്പെട്ടിയുടെ ഇത് കൊണ്ടുവന്നാ ഈശോ തീ. ഇനി അതേ ഇതേടി ഇത് ഈ മരത്തിൽ നിന്ന് എന്തോ വീണാന്നോണ്ട് ഇതിലും ഉണ്ടത്. ആ മരത്തിൽ നിന്നാ പോവാ. ആ കായയുടെ കണ്ട. ഇനിയിപ്പോൾ ഇത് ഈ കാണുന്ന സംഭവമില്ലേ, ഇത് നമ്മൾ തുടയ്ക്കും. തുടക്കി അങ്ങനെയല്ല, ഫുള്ള് പോണം. ഫുള്ള് തുടച്ചു കളയി. ഇനി കല്ലാവില്ല അതില്. വേസ്റ്റ് അതൊന്നും പറ്റില്ല. ഒരു തുണിയാണ് വേണ്ടത്. വേസ്റ്റ് തുണി വണ്ടിയിൽ വെക്കണം. അങ്ങനെയാണ് ശരിക്കും സാധാരണ ഇത് ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് തുടക്കി. എന്തൊരു ഇത് ഓയിലാണ്. അത് കുഴപ്പമില്ല. അമ്മയുടെ കൈ ഇനി ആയാലും തുടക്കാം. അമ്മ ഇതൊക്കെ പഠിക്കട്ടെ. എങ്ങനെയാണ് ലോറി ഡ്രൈവർ ആവുക. നിനക്ക് അറിയില്ലല്ലോ, നിനക്ക് കാണൂല്ല. എന്നാ ഇത് പിടിക്കും, ഞാൻ ഇട്ടോളാം. കാണില്ല നീ. ഇപ്പൊ ഇത് വൃത്തിയല്ലേ മുത്തേ? ഓയില് ഇതിവിടെ ഫുള്ള് ഈ വരെ ഇത് ലോ. ഇതിന്റെ മിഡില് എപ്പോഴും ഈ ഫുള്ളിന്റെ തൊട്ട് താഴെ അല്ലെങ്കിൽ ഫുള്ളിന്റെ ഒപ്പെങ്കിലും വേണം ഈ സാധനത്തില്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ എന്തെങ്കിലും നോക്കണ്ട. നമ്മൾ വണ്ടി വന്നതിന് ശേഷം ഓയിൽ മാറിയിട്ടില്ല. കാരണം ഓയിൽ ചേഞ്ച് നടത്തിയിട്ട് അധികം നാളെ ആയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി അപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് നമ്മൾ ടയർ പൊട്ടിയാൻ പൈസ മുഴുവൻ അതിന് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ചേഞ്ച് കുറച്ച് നാളത്തേക്ക് നീട്ടി വെച്ചു. ഫുൾ ഓയിലാ. ഇപ്പോൾ പിന്നെ ഓയില് മാറ്റാറായോ ഇല്ലേ എന്നുള്ളത് അറിയണത് അത് തന്നെ. ഇത് ഇങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ലൂബ്രിക്കേഷൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കട്ടി കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും ഈ സാധനം മാറ്റാറായി. ഇത് ലൂബ്രിക്കേഷൻ കണ്ട ഇത്. അതേപോലെ കനം കൂടി വരും മാറ്റാറായിട്ടുണ്ടെങ്കിൽ. ഇത് കണ്ടോ, കനം കൂടിയിട്ടില്ല, ലൂബ്രിക്കേഷനും ഉണ്ട്. നൈസ് ഓയിലാണ്, നല്ലതാണ്. പക്ഷെ നമ്മൾ മേടിച്ച് കഴിയുമ്പോൾ ഒന്ന് മാറ്റണത് നല്ലതാണ്. എല്ലാ ആൾക്കാരും ഓയിൽ മാറ്റും. അതേപോലെ 4 വീല് ഗ്രീസൊക്കെ മാറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങൾ ചെയ്യണം. നീ അടച്ചോ. നിൽക്ക്. ഇതാണ് നമ്മുടെ താറിന്റെ പൊട്ടിപ്പോയ സാധനം. ഇത് എല്ലാ വണ്ടിയുടെയും മാരുതി ബെൻസിന്റെ വരെ ഇങ്ങനത്തെ കണ്ടില്ലേ? ഈ അമ്പൂസയുടെ സാധനം തന്നെയാണ്. അത് നമ്മൾ ഈ വലിച്ചെടുത്ത് നമുക്ക് മറ്റേന്ന് പറഞ്ഞ ക്ലിപ്പ് ഇങ്ങനെ നേരെ താഴേക്ക് വലിക്കണതല്ല, അത് ഇങ്ങനെ ചെരിച്ച് വലിക്കണതാണ്. അതിപ്പോ നമ്മൾ ഇതേപോലെ വലിച്ചപ്പോഴാണ് അന്ന് പൊട്ടി പോന്നിട്ടുള്ളത്. പിന്നെ ഈ 2 ഗാഡിയിലേക്കാണ് ഈ ലോക്ക് വന്ന് വീഴണേ. അപ്പൊ അടച്ചേ. ചേട്ടന്മാരൊക്കെ അടക്കി മെല്ലേട്ടാ. ഇടൊന്നും വേണ്ട, മെല്ലെ വെച്ചിട്ട് അമർത്തിയാൽ മതി. അപ്പൊ ലോക്ക് ഇതായിക്കോളും. അടഞ്ഞില്ല. അവിടെ അടഞ്ഞില്ലാന്നുണ്ടല്ലോ. മതി, ഞെക്കണ്ട. പിന്നെ അതുപോലെ തന്നെ ഈ ഭാരത് ബെൻസ് മേടിച്ച സമയത്ത് നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ എവിടെയാണ് ഈ കുക്ക് ഓപ്പൺ ചെയ്യാന്നുള്ളത്. ഈ മറ്റേ ഇതിന്റെ പിന്നെയാണ് നമുക്ക് മനസ്സിലായി ഇതിൽ ഞെക്കിയിട്ടാണ് ഓപ്പൺ ചെയ്യാന്ന്. കാരണം ഇത് അറിയാണ്ട് നമ്മൾ ആൾക്കാരുടെ ചോദിച്ചത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാ. അടഞ്ഞിട്ടില്ല. പടഞ്ഞു അടിക്കും. അയ്യോ എന്റെ കയ്യിലെ അപ്പൊ അതായി. പിന്നെ രണ്ടാമത് എന്താണെന്നറിയോ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ മാറണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. 4 സൈസ് കുറെ വീണല്ലോ. അപ്പൊ ഗ്രീസും കാര്യങ്ങളൊക്കെ മാറണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കാര്യം നമ്മുടെ ടയർ 25,000 കൊണ്ടുപോയതുകൊണ്ട് അതായിട്ടില്ല. പിന്നെ നമ്മുടെ ടാക്സ് 10-20,000 രൂപയുടെ മുകളിലുണ്ട്. അത് അടയ്ക്കേണ്ട ഡേറ്റ് ആവാറായിട്ടുണ്ട്. അത് ഈ ആഴ്ചയിൽ തന്നെ അതിന്റെ പൈസ ഇപ്പോൾ 23-ാം തീയതിയാണ്. 23-ാം തീയതി കണ്ടായില്ലേ? ദേ കണ്ട, ഇതാണ് നമ്മുടെ കിളിയാണ് അല്ലേ? ഇവിടെ ഉണ്ടല്ലോ കിളി. കിളി എല്ലായിടത്തും അപ്പിട്ടുണ്ട് കിളി. ഇതേപോലെ നമ്മുടെ 4 ടയർ അപ്പുറത്തെ സൈഡിലെ എന്താ പറയാ ഓക്കെ ആയിട്ട് കട്ട ഇതേപോലെയുള്ള കട്ടയായിരുന്നു നമ്മൾ പൊളിഞ്ഞു പോയത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കട്ട, ഈ ഒരു കട്ടയും, ഈ ഒരു കട്ടയും, ഈ ഒരു കട്ടയും നമുക്ക് എന്താ പറയാ 4 എണ്ണം ഇഷ്ടംപോലെ ഓടാനുള്ള ടയർ ഉണ്ട് ഓൾറെഡി. അപ്പുറത്തെ സൈഡും അതേപോലെ ഉണ്ടായിരുന്നു. അത് പൊട്ടിപ്പോയ കാരണം പെട്ടു എന്ന് പറയില്ലേ. അപ്പൊ നമ്മളൊരു 25,000 രൂപ പോയി. അപ്പൊ ടാക്സ് അടയ്ക്കണം. അതാണ് മെയിൻ കേസ്. ടാക്സ് ചെന്നിട്ട് അപ്പൊ തന്നെ ടാക്സ് അടയ്ക്കണം. പിന്നെ ഇപ്പോൾ ഈ മാസം നമ്മുടെ ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ചിലവ് വന്നിട്ട് പറയണത് ടാക്സ് വന്നു, അതുപോലെ തന്നെ ടയർ വന്നു, പിന്നെ ക്ലച്ച് പണി വന്നു. ഈ 3 പണി വന്നു. ഒറ്റ മാസത്തെ കേസാണ് പറയുന്നത്. നമ്മൾ വണ്ടി എടുത്തിട്ട് 1 മാസമായിട്ടുള്ളൂ. ആ 1 മാസത്തിലുള്ള 3 പണി വന്നു. അപ്പോൾ നമ്മുടെ ആ വഴിക്ക് തന്നെ ഒരു 10-75,000 രൂപയുടെ മുകളിൽ ആ പൈസയായി. അപ്പോൾ ഇതൊക്കെ വണ്ടി ഓടിയിട്ട് 75,000 രൂപ ഇതിൽ നിന്ന് ലാഭം കിട്ടില്ല എന്നുള്ള കഥയൊക്കെ ഞാനിത് കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം, അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ സംഭവം ഉണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ പുത്തൻ ടയറൊക്കെ കറക്റ്റ്
നന്നായിട്ട് നോക്കി ഓടിക്കുന്ന ആൾക്കാരായിരുന്നെങ്കിൽ മുന്നേ ഓടിച്ചായിരുന്ന കമ്പനിയിലത്തെ വണ്ടിയിൽ ഈ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കുകയായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ടയറൊക്കെ ചെത്തി പോകുമ്പോൾ മോഹൻലാലിയോട് പറഞ്ഞിട്ട് ഒന്നുകൂടെ മറിച്ച് നടക്കണമായിരുന്നു. അത് ചെയ്യാൻ പറ്റില്ല, അതൊക്കെ പൊളിഞ്ഞു പോയി. ഈ ടയർ റീസോളിങ്ങിന് കിട്ടിയാണ്. ഇതിപ്പോ ഒരു റീസോളിങ്ങിന് കിട്ടാത്ത അവസ്ഥയായി പോയി എന്നുള്ളതാണ്. നോക്കി ഓടിക്കാത്തതുകൊണ്ട് ടയർ ചെത്തിപ്പോയിട്ട് അപ്പോൾ നമ്മൾ കൊണ്ട് നടക്കണ പോലെ ഇരിക്കും ഇതിന്റെ ലാഭനഷ്ടങ്ങൾ. ഇതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കൊണ്ട് നടക്കാൻ അറിയില്ലാത്തത് കൊണ്ടല്ല. ഈ ടയറൊക്കെ നമുക്ക് എങ്ങനെ കൊണ്ട് നടക്കണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴേ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഗ്രീസ് അടിക്കാറായിട്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ട്രിപ്പ് വന്നപ്പോൾ ഗ്രീസ് അടിച്ചില്ല. 1000 കിലോമീറ്റർ കൂടുമ്പോൾ ഗ്രീസ് അടിക്കണം നമുക്ക്. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1000 കിലോമീറ്റർ ആവാറായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗ്രീസ് അടിച്ചിട്ടായിരുന്നു പോകേണ്ടത്. ഇനിയിപ്പോൾ പറ്റുകയാണെങ്കിൽ നാളെ പോണ വഴിക്ക് നമുക്ക് എവിടെയെങ്കിലും അഡ്വാൻസ് ചെയ്ത് നിർത്തി ഗ്രീസ് അടിക്കാം, ലോഡ് കയറ്റിനേക്കാളും മുന്നേ. അപ്പോൾ അത് ആ കാര്യം ചെയ്യാൻ ഓർമ്മിപ്പിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പോണ വഴിക്ക് അല്ലെങ്കിൽ എങ്ങനെ ലോഡ് വണ്ടി ഗ്രീസ് അടിച്ചിട്ട് കാര്യമില്ല. ഇത് ബിസ്ക്കറ്റ് കട്ടയാണ് 2 ഇത് പുത്തൻ ടയറല്ലേ? ഇതാണ് 2 പുത്തൻ ടയർ. അതല്ലേ ലൈൻ അവിടത്തെ ഇതോ? അത് പുത്തൻ, ഇത് കടും പുത്തൻ. ഇതും പുത്തൻ തന്നെയാണ്. ഈ 2 പുത്തൻ ടയർ ഇല്ല. ഒരു ടയറാണ് നമ്മളുടെ പൊളിഞ്ഞിട്ട് പാച്ച് ചെയ്തത്. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അടിപൊളിയുണ്ട്. പ്ലാക്കാട്ടിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോ പൊളിഞ്ഞു പോയില്ലേ എന്നുള്ളത് ഇപ്പൊ നിലവിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അറിയില്ല. ഇതാണ് പാച്ച് ചെയ്തിട്ടുള്ള സാധനം. ഇപ്പൊ ഓക്കെയാണ്, അടിപൊളിയാണ്. ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ പറയാം. അതുപോലെ ഈ വീൽ കപ്പിന്റെ സെറ്റിങ്സ് കറക്റ്റ് അല്ല. ഇത് ഇങ്ങനെ നിൽക്കണേ. ഇതൊന്നും കറക്റ്റ് ചെയ്യണം, അയച്ചെടുത്തിട്ട് അതൊന്ന് സെറ്റ് ചെയ്യണം. പിന്നെ ഇതിപ്പോൾ നമ്മൾ പുത്തൻ ടയർ ഇട്ടത് ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ R271 എന്ന് പറഞ്ഞിട്ടുള്ള ടയറാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അത് 295, 90, 620 നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇതിന്റെ വില വരുന്നത് 25,000 സംതിങ് രൂപയാണ് കേട്ടോ ഈ സാധനത്തിന്റെ വില. ലൈൻ കട്ട ബിസ്ക്കറ്റ് കട്ടയാണെങ്കിൽ ഇതിനും 500 രൂപ കൊണ്ട് കൂടുതലാണ് വരുന്നത്. അപ്പൊ നിലവിൽ ആ സംഭവം നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഡീസൽ നമ്മുടെ ഡീസൽ ഇനി അടുത്തതായിട്ട് നമുക്ക് പറഞ്ഞ പോലെ തന്നെ വണ്ടിയുടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയും, ഇവിടെ ചവിട്ടുപടി ഉണ്ട് 1, 2, 3. ഇനി വലിയ ലോഡ് കയറ്റുകയാണെങ്കിൽ നമുക്ക് ഇതിലും ഒരു ചവിട്ട് കിട്ടും. ഇവിടെ ഒരു ചവിട്ടാനുള്ള ഒരു സാധനം പിടിപ്പിക്കുക, ഇതേപോലത്തെ ഒരെണ്ണം വെൽഡ് ചെയ്ത് പിടിപ്പിക്കുക. ഇതിലായിട്ടൊരു 3, 4 കുറ്റി മാത്രം, അതായത് ഇതായിട്ടൊന്നും ഏണിയായിട്ടൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതേപോലത്തെ ഒരു 3, 4 കുറ്റി വെറുതെ വെൽഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് കയറി ഇറങ്ങാനുള്ള സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അതെന്തായാലും ഒന്ന് ചെയ്യണം. അതാണ് ഇതിന്റെ അർജന്റ് കേസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സാധനം ഇപ്പോൾ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് തീർന്നു. ഈ ഭാഗത്ത് ഏറെക്കുറെ ഇതൊക്കെ നമ്മൾ വണ്ടി ഇറങ്ങിയപ്പോൾ വിചാരിച്ചു അപ്പം തന്നെ ശരിയാക്കണമെന്ന്. പിന്നെ ഇതൊന്നും ശരിയാക്കാൻ പറ്റാണ്ട് വന്നപ്പോൾ പിന്നെ ഈ ഒരച്ചിൽ ഇങ്ങനെ കിടക്കട്ടെ. അതേപോലെ ഇവിടെ ഒരു ഒരച്ചിലുണ്ട്, ഇവിടെ ഒരു ഒരച്ചിലുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ബുഷ് വെച്ചാൽ തീരാവുന്ന കേസുണ്ട്. അത് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്യിക്കണം. അതൊക്കെ നമ്മൾ പിന്നെ വണ്ടി നിർത്തുന്ന സമയത്ത് എപ്പോഴെങ്കിലും നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഇതെങ്ങനെയാണോ ഇവിടെ പെയിന്റ് പോയിക്കണേ? ഇതെന്തോ അറിഞ്ഞിട്ട് പോയിട്ടുള്ളതാണോ? എന്തൊരു സാധനം ഒരഞ്ഞ് പോയിട്ടുള്ളത് അല്ലേ? എന്താണ് പിന്നെ ഇപ്പൊ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ചെറിയ പൊള്ളപ്പുണ്ടോ. അത് പക്ഷെ പെയിന്റിങ്ങിന്റെ തകിട് പുറത്തില്ല, ഫൈബർമ മാത്രമാണ് ചെറുതായിട്ട് പൊള്ളപ്പ് സംഭവങ്ങളൊക്കെ. വേറെ പെയിന്റിങ്ങിന് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് കുറ്റം പറയാനറിയും ഒന്നുമില്ല കേട്ടോ. നല്ല രീതിയിലാണ് പെയിന്റിങ്. നമ്മുടെ ബോഡിമോ വന്നിട്ടുള്ള പെയിന്റിങ് ഒന്നും ഒരു സ്ഥലത്ത് പൊളക്കി അല്ലെങ്കിൽ സംഭവമില്ല. ഫൈബർമ വന്നവർക്ക് അവിടുത്തെ രസം ഭംഗി കുറവുണ്ട്. അത് എങ്ങനെ ഫൈബർമ പുട്ടിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ചെറിയ ഞെടിച്ചിൽ പിടിച്ചൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാ ഒരുവിധ സാധനങ്ങളൊക്കെ നമ്മുടെ ഫൈബർ സാധനങ്ങളല്ലേ. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ചെറിയ പോരായ്മകളുണ്ടാവും. പിന്നെ വേറെ ഇതൊക്കെ ഫൈബറാണ്. തകിടുമ്പോൾ പെയിന്റ് വന്നിട്ടുള്ള ഒരു സ്ഥലത്ത് ഈ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ വണ്ടി കെട്ടി വലിച്ചില്ലേ, അപ്പോ ഇപ്പൊ കെട്ടി വലിക്കാൻ നോക്കിയപ്പോ ഈ കുറ്റി നമ്മളില്ല ഇവിടെ ഒരു കുറ്റി ഇട്ടിട്ട് അതും ഇട്ടിട്ടാണ് കെട്ടി വലിക്കുക. ആ കുറ്റി വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ആ കുറ്റി വീട്ടിലാണ് കിടക്കുന്നത്. അപ്പൊ ആ കുറ്റി വീട്ടിൽ നിന്ന് എടുത്തായിരുന്നെങ്കിൽ ഈ നമ്പർ പ്ലേറ്റിന്റെ 2 സ്ക്രൂ ഊരി എടുക്കുകയാണെങ്കിൽ ഇവിടെ കെട്ടി വലിക്കായിരുന്നു. വന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലത്തെ ഇതില്ലേ, അടിയിലത്തെ ഈ സാധനത്തിന്റെ കുളത്തിട്ട് വലിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പൂവോ പേടിച്ചിട്ട് വലിപ്പിച്ചു. അങ്ങനെ വലിപ്പിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് കാരണം അങ്ങനെ വലിപ്പിച്ചതാ സംഭവം. അപ്പൊ ഈ സാധനം എടുത്ത് വണ്ടിയിൽ വെക്കാൻ ഓർമ്മിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും താന്നു കഴിഞ്ഞാൽ താഴെയല്ല, വെറുതെ നിന്ന് കറങ്ങിയാൽ തന്നെ ഒന്നും വലിച്ചു കഴിഞ്ഞാൽ അപ്പൊ കയറിപ്പോയിരുന്നു. അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആ സംഭവം ചെയ്യാനുണ്ട്, ഇന്നത് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ രാവിലെ തന്നെ പുലർച്ചെ ഒരു 5-6 മണിയാകുമ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു 4 മണിക്കൂർ തൂത്തുക്കുടി, നേരെ തൂത്തുക്കുടിക്ക് അവിടെ വിട്ടടിച്ച് പോവാം. അവിടെ 9 മണിക്ക് എത്തണം. അത് കുഴപ്പമില്ല, നീ നേരെ വണ്ടിയിലേക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് വണ്ടിയിലേക്ക് കിടന്നോ, അവന് കുഴപ്പമില്ല. കുളിച്ച് ഫ്രഷ് ആവണ്ടേ? അത് വേണം, കാരണം നാളെയും പറ്റില്ല കുളിക്കാനൊന്നും. നാളെ ചെന്ന് നാളെ വൈകുന്നേരത്തിനുള്ളിൽ ലോഡ് കയറ്റി കിട്ടുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് അവരൊന്ന് വിളിക്കണം. ആ കാര്യം ഓർമ്മിക്കണം. ആ ചേട്ടൻ ഇപ്പൊ തന്നെ ഒന്ന് വിളിക്കാൻ ഓർമ്മിക്കണം. എത്ര മണിക്കാ പോവുക എങ്ങനെയാന്ന് ചോദിച്ചു. അപ്പൊ അതനുസരിച്ചാവും നമുക്കും കയറ്റി കിട്ടുന്നതും നമുക്ക് പോകാൻ പറ്റും. ആ കാര്യങ്ങൾ അറിഞ്ഞു വെക്കാലോ. അപ്പൊ നാളെ വൈകുന്നേരം പോകാൻ പറ്റുമോ, രാത്രിയാണ് നമുക്ക് ലോഡ് കിട്ടണമെങ്കിൽ പകൽ കിടന്ന് ഉറങ്ങണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ രാത്രി നമുക്ക് ഒറ്റയടിക്ക് നേരെ തൃശ്ശൂർക്ക് വിട്ടടിച്ച് പോകും. ഒറ്റ ലെങ്ത്
നിതയ്ക്ക് ഓടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. നിതയ്ക്ക് ഓടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മാറി മാറി വണ്ടി ഓടിക്കാൻ അടിപൊളിയായിട്ട് നിതയ്ക്ക് അറിയാം കേട്ടോ. ഹൈവേയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒന്നും നോക്കാണ്ട് കണ്ടിന്യൂസ് ഇങ്ങനെ പോവാം. അപ്പം ലൈസൻസ് ഇല്ലാത്ത കാരണം അങ്ങനെ ഓടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം മുത്തായാലും ഇത്തിരി വലുതായിരുന്നെങ്കിൽ ഞാൻ മുത്തിന് കൊടുത്തേനെ. സുഖമായിട്ട് ഞാനും നിന്റെ മത്താനൊക്കെ പറഞ്ഞിരിക്കും മുത്ത് ഓടിച്ചേനെ. പിന്നെ പുതിയതായിട്ട് ഓടിക്കാൻ പഠിച്ചിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് അവൻ എത്ര ദൂരം വേണമെങ്കിലും ഓടിക്കുകയും ചെയ്തേനെ അല്ലേ. 50K സിമ്പിളായിട്ട് കിട്ടും. ഡ്രൈവർമാർക്ക് ശമ്പളത്തിന്റെ പ്രശ്നമില്ല. 50Kക്ക് ഒരു പ്രശ്നമില്ല. ഒരാൾക്ക് 25K പോലും കിട്ടില്ല. അതാണ് പ്രശ്നം. അപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഓടിച്ചോണ്ട് ഈ ട്രിപ്പിന്റെ കണക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ട്രിപ്പിന്റെ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീത പറഞ്ഞ് കണക്ക് പറയുകയാണെങ്കിലേ വണ്ടിയുടെ അടുത്ത് ഇരുന്ന് സമാധാനപരമായി പറഞ്ഞു കഴിഞ്ഞാൽ ബോധം കെട്ട് വീഴില്ലാന്ന് കണക്ക് തുടങ്ങിയതായിരുന്നു. ഞാൻ അവിടെ ഇരിക്കണ കണക്ക് പറയാതിരിക്കണതാ. വണ്ടി ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കണക്ക് പറഞ്ഞാലേ നമുക്ക് കറക്റ്റ് എയിമായിട്ട് കിട്ടുള്ളൂ അല്ലേ. നീത ഞാൻ കണക്ക് പറയാം. മുത്ത് അവിടെ ഇരിക്കേ പിടിക്കേ. അതായത് എടുത്തോണ്ട് പോകും. അതായത് വണ്ടിയുടെ കണക്ക് ഞാൻ പറയാൻ പോവാണെങ്കിൽ നമ്മുടെ വണ്ടി എനിക്കിത് ഇന്റർവ്യൂ എടുക്കണ പോലെ പറക്കുന്നിളകിയല്ലേ. അതായത് രമണ ഞാൻ പറയാം. വണ്ടി നമ്മള് ലാസ്റ്റ് ഓട്ടം പോയത് ആലപ്പുഴയിൽ നിന്ന് നെല്ല് കയറ്റിയിട്ട് പാലക്കാട്. ഈ വണ്ടി നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? പാലക്കാട്ടേക്കാണ് ഞങ്ങൾ ലാസ്റ്റ് ട്രിപ്പ് പോയത്. പാലക്കാട് നിന്നും ആ വണ്ടി 4 ദിവസം ഓട്ടം കിട്ടാണ്ട് അങ്ങനെ അജീഷിനോട് പറഞ്ഞ് അജീഷും കുറെ ആൾക്കാരെ അടുത്ത് വിളിച്ചു നോക്കി ആരെടുത്തുനിന്ന് ഓട്ടം കിട്ടാണ്ട് ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ തൃശ്ശൂർക്ക് എടുത്തിട്ട് വന്നു. അപ്പൊ വണ്ടി ടോട്ടല് പാലക്കാട് നിന്ന് ഓടിയതും പിന്നെ ഓടിന് ഓട്ടം കിട്ടി. അവിടെ നിന്നാണ് ഓടിന് നമുക്ക് തിരുപ്പത്തൂർക്ക് ഓട്ടം കിട്ടണത്. നമ്മൾ ഈ വണ്ടി അവിടെ നിന്ന് എടുത്ത് തിരുപ്പത്തൂർക്കുള്ള ലോഡ് കയറ്റിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഓടിൻ്റെ ഷെഡിൽ നിന്ന് ലാസ്റ്റ് സ്ഥലത്ത് നിന്ന്, അതായത് 3 സ്ഥലത്തു നിന്നാണ് നമ്മൾ ഈ വണ്ടിയും കൊണ്ട് ലോഡ് കയറ്റിയിട്ടുള്ളത്. ഈ 3 സ്ഥലത്തു നിന്നുള്ള ലോഡ് കയറ്റി വൈകുന്നേരം, അത് 2 ദിവസം കൊണ്ടാട്ടോ ലോഡ് കയറ്റി കിട്ടിയത്. എന്നിട്ട് നമ്മൾ ഇറങ്ങുമ്പോഴത്തെ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 105 കിലോമീറ്റർ ഇത് കാലി വണ്ടി ഓടി. അതായത് നമ്മുടെ പാലക്കാട് നിന്ന് തിരിച്ച് വന്ന് എന്താണ് ഈ കണക്ക് പറയുന്നത് ചിരിപ്പിക്കണേ. ദിലീപ് മുത്ത് മറ്റേ ഹരിശ്രേഷോക്ക് ഞാൻ ബസന്തി താമരാക്ഷം പിള്ളയുടെ കഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ള അവിടെ എത്തിയപ്പോ 105 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഇവിടെ വന്നപ്പോ 300 ആ കിലോമീറ്റർ കണക്കാണ് കറക്റ്റ് മറന്നു പോയിട്ടുള്ളത് കേട്ടോ. കിലോമീറ്റർ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിയായിരിക്കും, മധുര കഴിഞ്ഞിട്ട് 70 കിലോമീറ്റർ തിരുപ്പത്തൂര്. അപ്പം മധുരയും കൂടി കൂട്ടുമ്പോൾ അത്ര കിലോമീറ്റർ ഓടിയിട്ട് നമ്മൾ ഇവിടെ വന്നേക്കണം. ആ 105 കിലോമീറ്റർ കൂടിയും കൂട്ടിയിട്ട് ടോട്ടല് അതിൻ്റെ പൈസ ഡീസലിൻ്റെ കിലോമീറ്റർ വെച്ചിട്ട് 1 കിലോമീറ്റർ ഓടാൻ 35 രൂപ എന്നുള്ള പൈസ വെച്ചിട്ട് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഇപ്പോൾ 2.8 മൈലേജ് കിട്ടിയ. അപ്പോൾ ഈ പൈസ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ നമ്മൾ അടിച്ചിട്ടുള്ള ഡീസൽ 19,000 രൂപയ്ക്ക് നമ്മൾ ഡീസൽ അടിച്ചു. നമ്മളുടെ വാടക ഇവിടെ വരെ തിരുപ്പത്തൂർ വരെ വരുമ്പോൾ ഇത്ര കിലോമീറ്റർ ഓടിയിട്ട് 24,300 പറഞ്ഞ് അത് 100 രൂപ അവിടെ നിന്ന് കുറച്ച് കിട്ടി, 100 രൂപ ഇവിടെ നിന്ന് കുറച്ച് കിട്ടി. ഇപ്പോൾ 100 കിട്ടിയിട്ടുള്ളൂ. 24,100 നമ്മുടെ വാടക. 19,000 രൂപയ്ക്ക് ഡീസൽ അടിച്ചു കിട്ടോ. അതിൽ 5,000 രൂപ ഡ്രൈവറുടെ ബെത്ത. ഇപ്പോൾ ഡ്രൈവർ ഉണ്ടെങ്കിൽ അത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ ഡ്രൈവറാണെങ്കിൽ എനിക്ക് ആ പൈസ എടുക്കുക 5,000 രൂപ. അപ്പോൾ അതും ചിലവിൽ പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ടോള് 1,700 രൂപയാണ് ടോള് വരിക. പക്ഷേ അതിൽ 300 രൂപ കൂടുതലായി. ആ ടോൾ ഗേറ്റിൻ്റെ അവിടെ 300 രൂപ കൂടുതൽ നമുക്ക് ഇത് വന്നപ്പോൾ മെസ്സേജ് വന്നപ്പോൾ വന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ആ പൈസ കൂടിയും ചിലവായി. പിന്നെ ചെക്ക് പോസ്റ്റിലുള്ള പൈസ, പിന്നെ അതുപോലെ തന്നെ ടോള്, പിന്നെ എന്തായിരുന്നു ഇത് കയറ്റ് കാശ്. ഈ ഓടിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റിനോടത്ത് നമ്മൾ പൈസ കൊടുക്കണം, ഇറക്കണോടത്തും പൈസ കൊടുക്കണം. കയറ്റിനോടത്ത് പൈസ കൊടുത്തത് 200, 400, 500 രൂപയാണെന്നുണ്ട് ടോട്ടൽ കൊടുത്തത്. ഇറക്കണോടത്ത് അതിന് പകരം ഒരു ലോഡിന് 500 രൂപ. അങ്ങനെ 2.5 ലോഡാണ് നമ്മൾ ഇറക്കിയത്. അപ്പോൾ 500, 1000, 1000 സംതിങ് രൂപ ഇറക്കാൻ. അങ്ങനെ എല്ലാ ചിലവും നമ്മളുടെ ടോളിൻ്റെ പൈസ, ഡീസലിൻ്റെ പൈസ, ഡ്രൈവറുടെ പൈസ, ഇങ്ങനെ എല്ലാ പൈസയും കഴിച്ച് 24,000 നിന്ന് നമ്മൾ കണക്ക് നോക്കിയപ്പോൾ നമുക്ക് വന്ന് 2,300 രൂപ നഷ്ടമാണ് വന്നത്. കാരണം എന്ന് വെച്ചാൽ ഡീസലിൻ്റെ പൈസയും ടോളിൻ്റെ പൈസയും ഈ പൈസയും ഡ്രൈവറിൻ്റെ പൈസയൊക്കെ കണക്ക് കൂട്ടിയപ്പോൾ 2,300 രൂപ കയ്യിൽ നിന്ന് പോയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ ഈ ഡ്രൈവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ 4,000 രൂപ നമ്മുടെ ഡ്രൈവർ കാശ് കിട്ടിയത് 2,900 രൂപ. ഇപ്പോൾ 1,600 രൂപയാണ് നമ്മൾ ഇവിടം വരെ വന്നിട്ട് ഡ്രൈവർ ഇല്ലാണ്ട് വന്നിട്ട് നമുക്ക് ലാഭം കിട്ടിയത്. ഡ്രൈവറോട് കൂടി വരികയാണെങ്കിൽ 2,300
രൂപ നഷ്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും അപ്പൊ എങ്ങനെയാ ഇത് ഇപ്പൊ എല്ലാവർക്കും ഇത് ലാഭം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താന്ന്? ഇപ്പൊ ലാഭത്തിന്റെ വഴി എങ്ങനെയാ കിടക്കണെന്നുണ്ടെങ്കിൽ ടോളില്ലാത്ത വഴി നോക്കി നടന്നു കഴിഞ്ഞാൽ ആ 1700 രൂപ നമുക്ക് ലാഭിക്കാൻ പറ്റും. പിന്നെ വഴികൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമ്മൾ പോയി ഇപ്പൊ നമുക്ക് ഇത്ര കിലോമീറ്റർ ആവാൻ ഒരു കാരണമുണ്ട്. ഒരു 100 കിലോമീറ്റർ നമ്മൾ തെറ്റിപ്പോയി. ഇല്ല 100 ഇല്ല 25 50 40 കിലോമീറ്റർ പോയില്ലേ? ഇല്ല അതല്ല 25 50 കിലോമീറ്റർ. പിന്നെ വഴി തെറ്റിപ്പോയത് കൂടി വന്നു കഴിഞ്ഞപ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയതൊക്കെ കൂടി ഒരു 10-20 കിലോമീറ്റർ ഓടി ഉണ്ടാവും. 50 60 70 കിലോമീറ്റർ അഡീഷണൽ ഓടി. അതെ. അപ്പോൾ ആ 70 കിലോമീറ്റർ 35 വെച്ചിട്ടാവുമ്പോൾ ഒരു 100 കിലോമീറ്റർ 3500 രൂപ 2000 രൂപയുടെ അടുത്ത് അതും ഡീസൽ വന്നിട്ടുണ്ട്. 1700 ഇപ്പോ 1000 രൂപ 3750 രൂപ നമുക്ക് റോഡിൽ കൂടെ തന്നെ പോകേണ്ടി വരും. 1000 രൂപയും പിന്നെ ഈ 3000 രൂപ വേസ്റ്റ്. അപ്പൊ 4000 രൂപ ഓണർക്ക് കിട്ടേണ്ട പൈസയാണ് നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് പോയത്. അല്ല അറിവില്ലായ്മ എന്ന് പറഞ്ഞത് ഇപ്പൊ ഡ്രൈവർ ഓടിച്ചാലും കറക്റ്റ് നമുക്ക് മാപ്പ് തന്നിട്ടൊന്നല്ല പോണത്, അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം. അല്ലാണ്ട് ചിലപ്പോ അറിയുന്ന അതായത് എക്സ്പീരിയൻസ് അതാ ഞാൻ പറഞ്ഞ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യില്ല. അതെ. ഇപ്പൊ വഴികളായാലും അറിവ് വേണം ഇതിന്. അപ്പൊ നമുക്കത് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ ആ പൈസയും കൂടി പോയി. അങ്ങനെ നമ്മളിപ്പോ ഇവിടെ വരെ എത്തിയപ്പോ നമ്മളുടെ നഷ്ടം 2300 രൂപയാണ് കണക്ക് പ്രകാരം. ഇനി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ ഇപ്പൊ നമ്മുടെ ലോഡ് ഇറക്കിയ സ്ഥലത്ത് നിന്നുള്ള കിലോമീറ്റർ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. തൂത്തുക്കുടി വരെ നമ്മൾ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 230 കിലോമീറ്ററിന്റെ മുകളിൽ നമുക്ക് എന്തായാലും മിനിമം വരും. ഈ 230 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 കിലോമീറ്റർ ഓടണമെങ്കിൽ തന്നെ 7000 രൂപയുടെ ഡീസൽ വേണം. 3500 7000 രൂപ. 230 ആകുമ്പോൾ 7000 8000 രൂപയുടെ ഡീസൽ നമുക്ക് അവിടെ എത്താൻ വേണ്ടി വേണം. ടോൾ ഉണ്ടാവും, ഒരു 3 ടോൾ ഉണ്ടാവും. അതെങ്ങനെ പോയാലും 1500 രൂപ. അപ്പോ 8000 ഇവിടുന്ന് അങ്ങോട്ട് പോകാനായിട്ട് ഒരു ടോൾ ഉണ്ടാവുള്ളായിരിക്കും. അതെനിക്കറിയില്ല. ടോൾ ഉണ്ടെങ്കിൽ ഒരു 1000 കിടിയും കൂട്ടിക്കാന്നാലും അപ്പോഴും 8000 9000 രൂപ കാലി വണ്ടി ഓടാൻ നമുക്ക് ഒരു ലോഡ് എടുക്കാൻ വേണ്ടിട്ട് ചെലവാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ പരിസരത്ത് മുഴുവൻ നമ്മൾ അന്വേഷിച്ചു ഒരു 100 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ അന്വേഷിച്ചു ഓട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പോയല്ലേ പറ്റുള്ളൂ. ഇപ്പൊ ഡ്രൈവർക്കാണെങ്കിലും ഈ കിലോമീറ്റർ പോയേ പറ്റുള്ളൂ. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കിലോമീറ്റർ നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മുടെ 10000 രൂപ ഓൾറെഡി നഷ്ടത്തിലാണ്. നമ്മൾ ആ ലോഡ് ഇറക്കാൻ അവിടെ എത്തിയിട്ടുള്ള 9000 നഷ്ടത്തിലാണ് ലോഡ് ഇറക്കാൻ എത്തിയിട്ടുള്ളത്. നമ്മൾ അവിടെ കയറ്റാൻ ആ ലോഡ് കയറ്റിയിട്ട് ഇനി നമുക്കൊരു 6000 രൂപയാണ് ഏറ്റവും കൂടി ഒരു 5000-6000 രൂപയാണ് തൃശ്ശൂർ എത്തിയ ബാലൻസ് വരിക. അപ്പോൾ ഓൾറെഡി നമുക്ക് ആ തൃശ്ശൂർ എത്തുമ്പോൾ നമുക്ക് നഷ്ടം എത്രയാ? അതിന് ബാലൻസ് നമ്മൾ ഉദ്ദേശിച്ച ബാലൻസ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് എത്തുകയാണെങ്കിൽ നമുക്ക് 5000 രൂപ കിട്ടുന്നത്. നമുക്ക് ഓൾറെഡി ആ വണ്ടി അവിടെ ഓടി എത്തുമ്പോൾ നമുക്ക് 5000 രൂപ കൂടി നഷ്ടമാണ് വരുന്നത്. അങ്ങനെയാണ് നമ്മുടെ കണക്ക് വരിക. അപ്പം ഒരു വണ്ടി ഇവിടെ ഓടി വന്നപ്പോൾ 2300 രൂപ നമുക്ക് നഷ്ടം. ഇതേപോലെ ആ വണ്ടി അവിടെ ഓടി എത്തുമ്പോൾ 5000 നഷ്ടം. അപ്പോൾ 7500 രൂപ ശരിക്കും കണക്ക് പ്രകാരം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാണ്. പക്ഷേ ഡ്രൈവർ പൈസ ഇവിടുന്ന് അവിടെ വരെയുള്ള 5000 രൂപ കിട്ടുമ്പോൾ ആ ഡ്രൈവർ പൈസ കാരണം നമുക്ക് ലാഭം ഉണ്ടാവും. അത് മാത്രം നഷ്ടമില്ലാണ്ട് ഇപ്പൊ ഈ ലോഡ് വന്നത് എത്ര ദിവസം കൊണ്ടാണ് നിങ്ങൾ ആലോചിക്കണം. 12-ാം തീയതിയാണ് ഈ വണ്ടി, വെള്ളിയാഴ്ച വൈകുന്നേരം നമ്മൾ ഇവിടുന്ന് പോകുന്നതാണ്. അതെ. പക്ഷെ വണ്ടിയുടെ ഓട്ടം എന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് ഓട്ടം അന്വേഷിച്ചു തുടങ്ങിയ 12-ാം തീയതി, ഇന്ന് 23-ാം തീയതി ആയി. 13 ദിവസം കൊണ്ടാണ് നമ്മൾ ആകെ ഒരു ഓട്ടം ഓടിയിട്ടുള്ളതെന്ന് വിചാരിക്കണം. അതും ഈ ശരിക്കും കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു 5000 അല്ലെങ്കിൽ 4000 രൂപ ബാലൻസ് കിട്ടുന്ന ഒരു ഓട്ടം നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. പിന്നെ ഏത് ഓട്ടം നിങ്ങൾ ഒരു 400 കിലോമീറ്ററിന്റെ ഉള്ളിൽ ഓടിയാലും അതിന്റെ ബാലൻസ് 5000 രൂപയാണ് സാധാരണഗതിക്ക് വരിക. കറക്റ്റ് ആണെങ്കിൽ അവിടേക്ക് ഇവിടേക്കൊന്നും ഓടാണ്ടും അതേപോലെ തന്നെ കറക്റ്റ് ബ്രോക്കർ പൈസ. പിന്നെ ഇതിൽ നമ്മൾ പറയാൻ മറന്ന ഒരു പൈസയുണ്ട്, ബ്രോക്കർ പൈസ ഉണ്ട്. അത് 1000 രൂപ 800 രൂപ 1200 രൂപ അങ്ങനെ പല പൈസ വരും. ഇപ്പൊ മിനിമം അവിടുന്ന് 1000 രൂപ ആ പൈസ കിട്ടി ഇതിനകത്ത് മൈനസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു ലോഡ് കയറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ വക എല്ലാ പൈസകളും നമ്മുടെ കയ്യിൽ നിന്നാണ് പോകുന്നത്. വണ്ടിക്കാരുടെ കയ്യിൽ നിന്നാണ് ഇറക്ക് കാശ്, കയറ്റ് കാശ്, വാടക. അന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈവർക്ക് ബെത്ത കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർക്ക് നമ്മൾ എത്ര രൂപയാണോ വാടക ഇവിടുന്ന് അവർ പറയുന്നത് അതിൻ്റെയാണ് ബാറ്റ് കൊടുക്കുന്നത്. അല്ലാണ്ട് നമ്മളുടെ കയറ്റ് കാശ് കുറയ്ക്കണില്ല, അതിൽ നിന്ന് ഇറക്ക് കാശ് കുറയ്ക്കണില്ല, ടോള് കുറയ്ക്കണില്ല. ഈ 3 പൈസയും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് പൈസ അതാണ് നമ്മുടെ വാടക എന്ന് പറയുന്നത്. ആ വാടകയെന്നാണ് ശരിക്കും ബെത്ത കൊടുക്കേണ്ടത് വരേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇതങ്ങനെയൊന്നുമല്ല. ബാറ്റ് എത്രയാണോ അത്രയ്ക്ക് വാടക എത്രയാണോ അത്രയ്ക്കാണ് ബാറ്റ് കൊടുക്കുന്നത്. നമുക്ക് കിട്ടുന്ന പൈസ അത്ര കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ ഒരു ഓളത്തിൻ്റെ പുറത്ത് പോകണതോ ഇതൊക്കെ ആവും. ചിലപ്പോൾ നമ്മളിങ്ങനെ വെട്ടി തുറന്ന് പറയുമ്പോൾ ആൾക്കാർ പറയുന്നത് നിങ്ങൾ ഈ ഫീൽഡ് നശിപ്പിക്കരുത്, ഡ്രൈവർമാരുടെ കഞ്ഞിയിൽ പാറ്റ് വാരി ഇടരുതെന്നൊക്കെ പറയേണ്ട കാര്യം ചിലപ്പോൾ നമ്മൾ കണക്കുകളാണ് കേട്ടോ പറയണത്. അല്ലാണ്ട് ഇപ്പോൾ മുതലാളിക്ക് ഫേവർ ചെയ്തോ ഡ്രൈവർമാർക്ക് മോശമായിട്ടോ ഇതൊന്നും സംസാരിക്കുന്നതല്ല. ഞാൻ ഡ്രൈവർ വിത്ത് മുതലാളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാർ അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ തുറന്ന് പറയണത്.
അപ്പൊ ഇതാണ് ഇതിന്റെ കണക്കും കാര്യങ്ങളും എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോ, എത്ര കിലോമീറ്റർ ഓടിയുണ്ട് എന്താന്നൊക്കെ വ്യക്തമായി പറയും. അല്ല നമുക്ക് പെയിന്റിന്റെ ഓട്ടം പോയിട്ട് നിസാര ആലപ്പുഴ പോയിട്ട് നമുക്ക് 2000 രൂപ കിട്ടി. അതെ, എല്ലാ ഓട്ടം ഇങ്ങനെയാവണമെന്നില്ല. നമ്മുടെ ഫസ്റ്റ് ട്രിപ്പില് നമുക്ക് എല്ലാം കഴിച്ച് 17,000 രൂപ നമുക്ക് കിട്ടി. ഞങ്ങൾക്ക് ആകെ ഒരാഴ്ച കൊണ്ട് ഒരാഴ്ച ആയില്ല, 4 ദിവസം. 4 ദിവസമല്ല, ഒരാഴ്ച കൂടുതൽ എടുത്തിട്ടുണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ ലോഡ് തൃശ്ശൂരിൽ നിന്ന് ലോഡ് കയറ്റി ഇതേപോലെ തന്നെ ദിണ്ടിക്കല്ല് വന്നു, തേനി വന്നു, തേനിന്ന് ലോഡ് കയറ്റി നേരെ കൊല്ലം വന്നു, കൊല്ലത്തുനിന്ന് നേരെ ആലപ്പുഴ വന്നു, ആലപ്പുഴയിൽ നേരെ പാലക്കാട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളുടെ ബാലൻസ് എല്ലാത്തിൽ നിന്നുള്ള പൈസ വെച്ച് നോക്കുമ്പോൾ 17,000 രൂപ വന്നു. 17,000 രൂപ ചെലവ് പോകണം കേട്ടോ. ഞാൻ പറയണത് 17,000 രൂപ ബാലൻസ് വന്നു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ വണ്ടി ഫീൽഡ് കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. അപ്പൊ 3 ദിവസം കൊണ്ട് ഇത്ര പൈസ കിട്ടി. അപ്പൊ നോക്കുമ്പോൾ 5,000 രൂപ ആകുമ്പോൾ ഡെയിലി വെച്ചിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും അത്യാവശ്യം കുഴപ്പമില്ല, നല്ല തിരക്കായി. പിന്നെ അവിടെ നിങ്ങളുടെ ഓട്ടം കിട്ടാൻ, അപ്പൊ അങ്ങനത്തെ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള റൊട്ടേഷൻ കിട്ടുകയാണെങ്കിൽ ലാഭം ഉണ്ടാവും. ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓട്ടം ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ഇതില്ലാത്തതുകൊണ്ട് നല്ല പൈസ കിട്ടും. അത് തന്നെ. അപ്പൊ ഇതിന്റെ ലാഭനഷ്ടം അവിടെയാണ് കിടക്കണേ. ഞങ്ങൾ മെല്ലെ മെല്ലെ ഇതൊക്കെ ശരിയാക്കി കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കും. ഇനി എത്ര പരിശ്രമിച്ചിട്ടും പറ്റണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കൊടുത്ത് കാശ് മേടിക്കാം, അത്ര തന്നെ. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ ഈ ഫീൽഡ് തന്നെയാണ് ചെയ്യുള്ളൂ എന്നുള്ള യാതൊരു വാശിയില്ല. അപ്പൊ മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യും. പിന്നെ വെച്ചാല് നമുക്ക് ഈ ഒരു ഫീൽഡ് ആകുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാണ്ട് വരുന്നുണ്ട്. വീടുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഇപ്പൊ ഞാനും മുത്തും ഒറ്റയ്ക്കാവണം പുരുഷയുടെ വണ്ടിയിൽ പോകുമ്പോക്കെ. അപ്പൊ വീട്ടിൽ നിന്നിട്ട് കുറെ കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങോട്ട് റെഡി ആവാത്ത പോലെയൊക്കെ. അത് ശരിയാ. ടിപ്പറാണെങ്കിൽ അങ്ങനത്തെ ഒരു കേസേ ഉദ്ദേശിക്കാനില്ല. എല്ലാ ദിവസവും വീട്ടിൽ വരുന്നു. അപ്പൊ വീട്ടിലത്തെ കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ഇനിയിപ്പോ ഒരു ദിവസം പോയില്ലെങ്കിൽ തന്നെയാലും പ്രതിഷേധം വീട്ടിലത്തെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്രതിഷേധം ഉണ്ടാവാറുണ്ട്. ഇത് അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിൽ കെടുക്കുന്നുണ്ട്. അതെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഒരു അലച്ചിലുള്ള പണിയാണ് പൈസ കിട്ടുന്നുണ്ടെങ്കിലും. അപ്പോൾ എന്താ പറയുക, അങ്ങനെ നോക്കി കണ്ടൊക്കെ പോവുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പൈസ കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ലാഭനഷ്ടം എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. ഇതിന് മുന്നത്തെ ട്രിപ്പിൻ്റെ കഥകൾ ഇതേ സെയിം തന്നെയാണ്. നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ്, അതായത് 3 ചാല് പോയത് മാത്രമാണ് നമുക്ക് ലാഭകരമായിട്ട് വന്നിട്ടുള്ളൂ. പിന്നെ ചേർത്തലേക്ക് ഒരു പെയിൻറ്റ് കയറ്റി പോയതും കുഴപ്പമില്ലാത്ത ഇത് വന്നിട്ടുണ്ട്. പിന്നെ അരിയുടെ ഒരു 2 പ്രാവശ്യം നെല്ല് കയറ്റി വന്നിട്ടുള്ളതിലും കുഴപ്പമുണ്ടായിട്ടില്ല. ഈ ബാക്കിയുള്ള പൊടി കയറ്റി പോവുക, അതേപോലെ തന്നെ മറ്റുള്ള ഓട്ടങ്ങൾ വന്നിട്ടുള്ളത് ഒക്കെ കിലോമീറ്റർ ബേസ് ഭയങ്കര നഷ്ടം വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ഇതൊക്കെ ഞങ്ങൾ കരകയറ്റി ക്ലിയർ ആക്കും. ഇപ്പോൾ സമയം ഏറെക്കുറെ ഒരു 5 മണിയോടെ എടുത്തിട്ടുണ്ടോ? ഇല്ല, 4:52, 5 മണി ആവാനാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു ചായ കുടിച്ചു. ഇനിയിപ്പോൾ അടുത്ത ചായ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ നമ്മുടെ റൂമിൽ പോയി കിടക്കും. ഞങ്ങൾ ആദ്യം വിളിക്കണം, അത് വിളിക്കാൻ മറന്നുപോയി. അവിടേക്ക് വിളിക്കണം. അത് തന്നെയല്ല, ഞങ്ങൾ ഇവിടെ ഒരു അമ്പലം ഉണ്ട്, അവിടേക്ക് പോകണമെന്ന് വെച്ചു. പക്ഷേ അവിടേക്ക് പോകാനായിട്ട് ബസ് കയറി പോയി തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ തിരിച്ചിങ്ങോട്ട് ബസ് കിട്ടില്ല. നമുക്ക് അറിയില്ലാത്ത സ്ഥലത്തുള്ള തോന്നിയ പോലെയോ ഇവിടെ ആരെങ്കിലും സ്കൂട്ടർ അങ്ങനെ കിട്ടുകയാണെങ്കിൽ പോയിരുന്നു. അല്ലെങ്കിൽ ഇത് 18ഉം 18ഉം ഈ 6 കിലോമീറ്റർ 36 കിലോമീറ്റർ ഇതും കൊണ്ട് നമ്മൾ പോയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒതുക്കാനും പാർക്ക് ചെയ്യാനും അതും സംഭവം ശരിയാവുന്നില്ല. അപ്പോൾ വേണ്ട അല്ലേ മുത്തേ, നമുക്ക് കിടന്നുറങ്ങാം ഇത്തിരി കഴിയുമ്പോൾ കുറച്ച് സുഖമായിട്ട്. സുഖമായിരുന്നു. വൈഫൈയും ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ 8ഉം 10ഉം GB വേണം. ഇപ്പോൾ നമ്മളൊരു 15 GB 150 രൂപ കൊടുത്ത് ഡെയിലി ചാർജ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും നമ്മുടെ 15 GB എന്ന് പറഞ്ഞ സാധനം ഠും എന്ന് പറഞ്ഞിട്ട് തീരുന്നത്. പുറത്തിറങ്ങി ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ കുഴപ്പമില്ലാത്തത്. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ റേഞ്ചും കുറവാണ്. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് ഇവിടുന്ന് ഫുഡും കഴിക്കണം. അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരൊന്ന് ഫോൺ വിളിച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. ഇപ്പോൾ വെയിലൊക്കെ ഒരുവിധം കുറഞ്ഞു തുടങ്ങി. അപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ഉള്ളൂ ടോൾ ഗേറ്റിൻ്റെ അവിടേക്ക്. ഇത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ടോൾ ഗേറ്റിൻ്റെ ബോർഡ്. അപ്പോൾ എല്ലാവരും കൂടി ടോൾ ഗേറ്റിൻ്റെ അവിടെ വരെ വെറുതെ വൈകുന്നേരത്തെ ആ ഒരു നടപ്പുണ്ടല്ലോ, ഈവനിങ് വാക്ക്, അത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് മെല്ലെ നടക്കണം. അത് കുറച്ച് കഴിഞ്ഞ് റൂമിൽ പോയിട്ട് കുറച്ചുകൂടി ഒന്ന് വെയിൽ ആറിയിട്ട് മതിയാവും. വെയിൽ പോട്ടെ. അന്ന് റൂമിൽ പോയി കുറച്ച് നേരം പോയിട്ട് ഇരുന്നിട്ട് ശേഷം ചൂട് പോയി. അപ്പോൾ ഫുള്ള് വെയിൽ അറിയതിന് ശേഷം പോകാം. അപ്പോൾ ഒരു 1/2 മണിക്കൂർ കൂടി കഴിഞ്ഞ് പോകാം. ഇപ്പോൾ 5 മണി ആയിട്ടുള്ളൂ, 5:10 ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഒരു 5:30 കഴിഞ്ഞിട്ട് 5:45 ആകുമ്പോൾ പോവാം. അപ്പോൾ ഒരു 6:30 വരെ നടന്നിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ ഹോട്ടലിലേക്ക് വീണ്ടും നമ്മൾ കയറുകയാണ് കേട്ടോ. ഹോട്ടൽ പാണ്ഡ്യൻ ലോഡ്ജ്. അത് തന്നെ. ഈ റൂം എടുത്താലത്തെ പ്രശ്നം അതിൽ പിന്നെ ഇറങ്ങാൻ തോന്നില്ല. അതാണ് കേട്ടോ പ്രശ്നം. ഞങ്ങൾ 5:30 നടക്കാൻ 5:45 ആകുമ്പോഴേക്കും നടക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ 6:15 സമയം. എന്നാലും കുഴപ്പമില്ല, വെയിലറിയതുകൊണ്ട് സുഖമായിട്ട് നടന്ന് നമുക്ക് കുറേ ദൂരം ഇന്നലത്തെ പോലെ വൈകുന്നേരം കുറച്ച് നേരം നടന്ന് ക്രിക്കറ്റ് കളി എങ്ങനെ ഉണ്ടോയെന്ന് നോക്കാം. ക്രിക്കറ്റ് കളി ഉണ്ടോയെന്ന് നോക്കാം. ടോളിൽ ക്രിക്കറ്റ് കളിയല്ലേ പോണ വഴിക്ക് ഇന്നലെ കണ്ടില്ലേ, അതേപോലെ. അപ്പോൾ ഉണ്ടെങ്കിൽ അങ്ങനെ ക്രിക്കറ്റ് കളിയിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. മുത്തിന് ഫുട്ബോളാണെങ്കിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ അല്ലേ, ചോദിക്കാം. അപ്പോൾ നമുക്ക് മെല്ലെ നടക്കാം എന്തായാലും. ഗായ്സ്, നമ്മളങ്ങനെ ടോൾ ഗേറ്റിൽ വന്ന് ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ചോദിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാവണേ അവിടേക്ക് ഇവർ കണ്ടമാനം ഹെൽപ്പ് ചെയ്തു. ഇവിടെ 4 പേരുണ്ട്. അപ്പോൾ ഇവർ അവിടേക്ക് ഫോൺ വിളിച്ചൊക്കെ ചോദിച്ചു. അണ്ണന്റെ പേരെന്നാ? പളനി. അണ്ണന്റെ പേര്
വിജയ് അണ്ണൻ രാം ഇവര് 4 പേര് ഇരുന്നിട്ട് എനിക്ക് ഒരു 1.5 മണിക്കൂറായിട്ടോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അപ്പൊ ഇവർ അവിടേക്ക് വിളിച്ചു, അതേപോലെ ഫെഡറൽ ബാങ്കിന്റെ സ്ഥലത്തേക്ക് വിളിച്ചു. ഇവർക്കാവുമ്പോൾ എളുപ്പമുണ്ടല്ലോ, ഇവർ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അപ്പൊ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ പുതിയ ടോൾ പ്ലാസയാണ്. അത് ഓപ്പൺ ആയിട്ട് എത്ര നാളായിട്ടാണ്? 4 months അല്ലേ? 4 മാസമായുള്ള ഓപ്പൺ ആയിട്ട്. അപ്പോൾ അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവിടേക്ക് 950 രൂപ തന്നെ റേറ്റ് ആണ്. ആ ടോളിന്റെ നത്തം ടോൾ തന്നെ അത്. നത്തം ടോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ടോളിന് 950 രൂപയാണ് നമ്മളുടെ വണ്ടിക്ക് 12 വീലിന് ആ വഴിക്ക് പാസ് ചെയ്ത് വരുമ്പോൾ. നമുക്ക് അറിയില്ലായിരുന്നു, ഇനി ഏതിനെയും കട്ട് ചെയ്ത് പോകാൻ വഴി ഉണ്ടെങ്കിൽ അതിൽ പോയത് നല്ലത്. അപ്പോൾ ഇവർ അവിടേക്ക് വിളിച്ച് ചോദിച്ച എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചോദിച്ചതിന് ശേഷമാണ് ഞാൻ വിചാരിച്ച 625 ചോദിച്ചപ്പോൾ 625 എന്ന് പറഞ്ഞു. പക്ഷെ പോയത് ഇത്ര ആയതുകൊണ്ട് ആകെ ഒരു ഇതായിരുന്നു, കൺഫ്യൂഷൻ മാറി. എന്തായാലും ഇനിയിപ്പോൾ ആ വഴിക്ക് പോകണില്ല അണ്ണാ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് കേട്ടാ. ഓക്കെ താങ്ക് യു. സാധാരണ ഗതിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊന്നും ഹെൽപ്പ് ചെയ്യില്ല കേട്ടോ ഈ ടോൾ ഗേറ്റിലുള്ളവർ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഹെൽപ്പായി അണ്ണാ. താങ്ക്സ് കേട്ടാ. ഓക്കെ താങ്ക്സ്. അപ്പോൾ എല്ലാ ആൾക്കാരും ഇട്ട് ഒരു 1.5 മണിക്കൂർ നമ്മൾ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് കാര്യങ്ങൾ അറിഞ്ഞു. അപ്പോൾ നടക്കുകയാണ് കേട്ടോ, തിരിച്ച് നടക്കുകയാണ്. എന്തായാലും മനസ്സിലായി നമ്മുടെ പൈസ പോയിട്ടുള്ളത് അവർ പൈസ പിടിക്കാൻ. ഇപ്പോൾ ആൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര അലമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയധികം പൈസ പോകുന്നതുകൊണ്ട് വണ്ടിക്കാർ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കാന്ന് പറയണം. കാരണം ഈ 950 രൂപ വേറെ എവിടെ ഇല്ലാന്ന്. അത് നമ്മൾ കയറി വന്നതാണ്, ഈ റൂട്ടിൽ നിന്നാണ് കയറി വന്നത്. അപ്പൊ ഇത്തിരി ദൂരം ഞങ്ങൾ കൂടി വന്ന ഒരു 30 കിലോമീറ്റർ നല്ല റൂട്ടിൽ കൂടെ വന്നിട്ടുള്ളൂ. ആ ഒരു ഇതിനാണ് 950 രൂപ പോയതേ. ഞെട്ടാണ്ടിരിക്കുക. അപ്പൊ ആരെങ്കിലും ഈ നത്ത റോഡ് വഴി അങ്ങനെ വരണമെങ്കിൽ പുതിയതായിട്ട് 4 മാസമായിട്ട് ടോൾ പ്ലാസ തുറന്നുണ്ട്. 950 രൂപയാണ് പോവുക. അപ്പൊ ഇനിയിപ്പോ നമ്മൾ പോകുമ്പോൾ ആ റൂട്ടിൽ കഴിഞ്ഞില്ല പോണ്ട ഇല്ല, ഒരിക്കലും പോരുത്. എന്റെ പൊന്നോ, കാറിന് 180. ആൾക്കാരെടുത്ത് അതാണ് ഇവിടുത്തെ ലോക്കൽ ആൾക്കാരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ടോൾ ഇല്ലാത്ത വഴി നമുക്ക് പറഞ്ഞു. അതെ, അപ്പൊ ഇനി അങ്ങനെ പോകേണ്ടി വരും. ഇനി അങ്ങനെയാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം പുതിയ ഫീൽഡ് ആവുമ്പോ ഇങ്ങനെ കുറെ മിസ്റ്റേക്ക്. അല്ല 4 മാസമായിട്ടുള്ള അറിയാത്തവർ ഇപ്പൊ എന്നും ഇതിൽ സഞ്ചരിക്കുന്നവരുണ്ടാവോ? ഇല്ലല്ലോ. അങ്ങനെ ഉണ്ട്. സഞ്ചരിക്കാത്തവർക്ക് വേണ്ടി ഇനി ആരെങ്കിലും അറിയുകയാണെങ്കിൽ നത്തം റൂട്ടിലൂടെ, മധുര നത്തം റൂട്ടിലൂടെ വരികയാണെങ്കിൽ 950 രൂപയാണ് 12 വീല് വണ്ടിക്ക് കിട്ടാം. അത് ഭയങ്കര പൈസയാണ്. അപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, കാശ് പോയി കഴിഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് മുന്നേ 700 പോയതും അപ്പോൾ ഇതേപോലെ തന്നെയാവും. അല്ലാണ്ട് ഇപ്പോൾ അതിനും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ 600 സംതിങ് അതിനകത്ത് കാണിച്ചത് ഇത്ര ആയിരുന്നേ. പക്ഷെ ഇവർ മേടിക്കുന്ന പൈസ ഇത്ര. അപ്പോൾ അവർ പറയുന്നത് അത് ശരി ഇനി അത്ര തന്നെയാണെന്ന് പറയണം. അപ്പോൾ ഇനി ഒന്നും വിട്ടാൻ പറ്റില്ല. എന്തായാലും പെട്ടു. ഇനിയിപ്പോൾ ടോളില്ലാത്ത റോഡൊക്കെ നോക്കി പോകാം. അല്ലെങ്കിൽ നമ്മുടെ ട്രൗസർ പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരു ഹൈവേ അതോറിറ്റി കാശ് മേടിച്ച് മടുക്കുന്നത് നോക്കി. ഇത് സിംഗിൾ ലൈൻ റൂട്ടാണ്. ഈ റൂട്ടിലാണ് ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ പൈസ. എത്രയായിരുന്നു നമ്മുടെ വണ്ടിക്ക്? 600 സംതിങ് രൂപ. അല്ല 400 സംതിങ് അല്ലേ കാണിച്ചത്? 600. ശരി 600. അപ്പോൾ ആദ്യം അടപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇതെന്താണെന്ന് അറിയാം ഇത്ര പേടിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു ടോള് സാധാരണ 35, 40, 60 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇത് ചിലപ്പോൾ 100 കിലോമീറ്ററിന് 80 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഒറ്റ ഒരെണ്ണം ഉണ്ടാവുള്ളൂ. അപ്പോൾ മാക്സിമം പൈസ മേടിക്കുക. നല്ല കഴുത്തിറക്കലാണ് കേട്ടോ ഹൈവേ അതോറിറ്റി. ഒരു രക്ഷയില്ല. ടോളിൻ്റെ കേസിൽ ഒട്ടാൻ പറ്റില്ല. പറയണ പൈസ കൊടുത്തും എല്ലാം നീങ്ങുക. എന്തായാലും രാത്രി ഞങ്ങൾ നടന്ന് നേരെ റൂമിൻ്റെ അവിടേക്ക് പോകാണ് കേട്ടോ. വണ്ടി മേടിച്ച് ഇത്ര നാളായിട്ട് നമുക്ക് അറിയില്ലാത്തൊരു കാര്യം ഇപ്പോൾ അവർ ടോൾ ഗേറ്റുകാർ പറഞ്ഞു തന്നപ്പോൾ മനസ്സിലായി. നമ്മുടെ 4X വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ പൈസ 950 തന്നെയാണ് അവിടെ വരികയെന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഇത്ര നേരം വിചാരിച്ച ഇതിലാണ് 4X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരികയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്നത്. പക്ഷെ അതല്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നമ്മളുടെ 10 വീലല്ലേ? 3 axle എന്ന് പറഞ്ഞാൽ 10 വീല്. JCB ഇത് കിടക്കണമെന്ന് വെച്ചാൽ ഹെവി കൺസ്ട്രക്ഷൻ മെഷീനറി അതൊക്കെയാണ് ഈ ഇത്. അപ്പൊ JCB കടന്നു പോവാണെങ്കിലും 415 രൂപ. ഈ കുഞ്ഞു വഴിക്കാട്ടാ പറയണത് 415 രൂപ. 4 axle അതിലാണ് നമ്മളുടെ വരുന്നത് 4ന്റെ 6ന്റെ ഇടയ്ക്കുള്ളതിന് വരുന്നതാണ് കേട്ടോ 415. ഇത് കാണില്ല 415 എന്നുള്ളത്. കണ്ട ഇത് 505. അപ്പൊ ഇനി എവിടെ ഉണ്ടെങ്കിലും ഇതേ നോക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 4X to 6Xന്റെ ഉള്ളിലുള്ളതെന്നാണ് കേട്ടോ നോക്കേണ്ടത്. എന്തായാലും കാശ് ഇത്ര പോകുമ്പോൾ വീല് കുറച്ച് മതി എന്നുള്ളത് തോന്നുന്നത്. ചെക്ക് പോസ്റ്റിലും ഇതേ ചോദ്യം തന്നെ നമ്മളോട്. എത്ര വീല്? 12 വീല്. ഇത്ര രൂപ. ഇത് എന്തിനാ എത്ര വീല്? ഇപ്പോ ഞാൻ നോക്കിയപ്പോ വീല് കുറഞ്ഞ വണ്ടി മേടിക്കാം. 2 വീലിൽ ഇങ്ങനെ പറഞ്ഞ വല്ല വണ്ടി ഉണ്ടാണോ? ഇനി അത് മേടിക്കാൻ നല്ലത്. ഗായ്സ് ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിട്ട് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് കയറി പോകാമെന്ന് വിചാരിച്ചു. നെയ്യെന്ന് പറഞ്ഞാൽ നെയ്യ് ഇങ്ങനെ കുതിർത്തി വെച്ചേക്കാം. സൂപ്പർ നെയ് റോസ്റ്റ്. കഴിക്കണമെങ്കിലും മുന്നേ അറിയാം അത്രയധികം നെയ്യ് ഇട്ടിട്ടുള്ള കാരണേ നല്ല അടിപൊളിയായിട്ടുണ്ട്. കുട്ടിൻ്റെ ആണെങ്കിൽ നല്ല റോസ്റ്റ് ആയിട്ടുണ്ട് നെയ് റോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ദേ ഇവരൊരു സ്പെഷ്യൽ ചമ്മന്തി. അപ്പോൾ നമ്മൾ രാവിലെ കഴിച്ച സംഭവം മറ്റേ മസാല ദോശയുടെ മസാല നമുക്ക് അത്ര അങ്ങോട്ട് ഇതായി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് നോക്കട്ടെ ഇത് എങ്ങനെയുണ്ട് മുത്തേ? നെയ്യ് അങ്ങോട്ട് ഒഴിച്ചേക്ക്. ഇതാണ് ആൾ പറഞ്ഞ 85 രൂപ എന്ന് പറഞ്ഞ. അടിപൊളി കേട്ടോ, സൂപ്പറാ. നീത പൊറോട്ടയെ പറഞ്ഞ. എന്താ നീത പൊറോട്ടയെ അവസാനിപ്പിക്കണം? ഉച്ചയ്ക്ക് ചോറുണ്ടായിരുന്നാ? അത് കുഴപ്പമില്ല. എന്നാലും ഒറ്റ കടി കഴിച്ചോളൂ കേട്ടോ.
അതെ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. ഇത് അടിപൊളിയുണ്ട്, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഇനി ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട്. നമ്മുടെ രാവിലെ കഴിച്ചിട്ടുള്ള അടിപൊളിയാണ്. രാവിലെ കഴിച്ചിട്ടുള്ള മറ്റേ ദോശയുടെ ചട്നിയില്ലേ, ആ വൈറ്റ് ചട്നി സൂപ്പറായിരുന്നു. പക്ഷെ ഇതിനകത്ത് വൈറ്റ് ചട്നി ഇല്ല, അതിന് പകരമാണ് പുതിന ആക്കിയത്. മാങ്ങയല്ല, പുതിനല്ലേടാ. അല്ലല്ല അണ്ണാ, ഇത് പുതിന ചട്നി തന്നെ, പുതിന ചട്നി. അത് രാവിലെയാണ് വെള്ള ചട്നി, വൈകുന്നേരം പുതിന ചട്നി. അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ. സൂപ്പറായിട്ടുണ്ട്, നിറച്ച് നെയ്യ് കോരി വെച്ചിട്ടേ ഒന്നക്കടി കഴിക്കേണ്ട വരും മിക്കവാറും. അതല്ലേ, അപ്പോൾ ഒന്നക്കടി കഴിക്കേണ്ട വരും എന്ന് പറഞ്ഞപ്പോൾ നീ ഒന്നക്കടി കഴിച്ചോട്ടോ. ഓംപ്ലേറ്റ് മതി വിട്ടാൽ ഹെൽത്തി ആവട്ടെ ഫുഡ്. അങ്ങനെ നെയ് റോസ്റ്റ് കഴിഞ്ഞ് ഒരു മസാല ദോശക്കടിയും പറഞ്ഞു, ഞാനും ഒരു മസാല ദോശക്കടിയും പറഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നെയ് മസാല ദോശ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ സാധനം ഉണ്ടാക്കിയപ്പോൾ അത് ടേസ്റ്റ് ആയി. ഇന്നലത്തെ മസാലയ്ക്ക് ഇത്തിരി ടേസ്റ്റ് കുറവാണ്, പക്ഷെ ദോശ കിട്ടുവാണ്. അപ്പൊ അത് തന്നെ രണ്ടെണ്ണം പറഞ്ഞു. ഇതോടെ കഴിഞ്ഞു ഓംപ്ലേറ്റും. ഓക്കെ, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കിയപ്പോണ്ട് നമ്മളുടെ ഇതേപോലെ തന്നെ ലൈൻ ബസ്, ഇപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള ബസ്സുകളുണ്ടല്ലോ, അതിവിടെ വരുന്ന എല്ലാ ബസ്സുകളും മാറി മാറി വരുന്നതല്ലേ. അപ്പോൾ അതേ അടുത്ത ബസ് വന്നു. ഇനിയും ബസ്സുകൾ വരും, വൈകുന്നേരം ഇഷ്ടംപോലെ ബസ്സുകൾ വരില്ല. ഈ സമയമായ ഞങ്ങൾ ഇന്നലെ വന്നപ്പോഴും അതേ ഉച്ചയ്ക്കും രാവിലെ ഒക്കെ ഇങ്ങനെ ആ സമയം ഫുഡിന്റെ ടൈമിൽ എന്തായാലും ഈ വഴിക്ക് പാസ് ചെയ്യുന്ന വണ്ടിയൊക്കെ ഇവിടെ തന്നെയാട്ടോ നിർത്തുന്നത്. അപ്പോൾ അത് സാധാരണ തന്നെയല്ല, ഈ ഹോട്ടലിൽ ഇപ്പൊ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോൾ ഇല്ല, എനിക്ക് തോന്നുന്നു ഡ്രൈവർമാരില്ലേ, അതുപോലെ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ഫ്രീ ആയിരിക്കും ഫുഡ്. കാരണം ഇത്രയധികം ആൾക്കാരെ കൊണ്ടുവരുന്നതല്ലേ. അപ്പൊ അങ്ങനെയുണ്ട് കേട്ടോ, ഒരു പരിധി വരെ ഡ്രൈവർമാർക്കും അതുപോലെ തന്നെ ഇവർക്കും മറ്റേ കണ്ടക്ടർക്കും ഫ്രീ ആയിരിക്കും. പക്ഷെ എന്താ വെച്ചാൽ അതനുസരിച്ചുള്ള പൈസ ഈ സാധാരണ ആൾക്കാരിൽ നിന്ന് കൂടുതലുണ്ടാവും ഇവിടെ, അത് ഉറപ്പാ. അല്ലാണ്ട് ഇവർക്കും നിലനിന്ന് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയാവും, കുഴപ്പമില്ല. എന്തായാലും ആവറേജ് ഒരുവിധം കുഴപ്പമില്ലാത്ത ഫുഡാട്ടോ. പക്ഷെ ചട്നി എനിക്ക് ഇഷ്ടപ്പെട്ടു, അതേപോലെ ഗീ റോസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതേപോലെ തന്നെ പൊറോട്ട ആവറേജ്. പക്ഷെ ഊണ് സൂപ്പർ. ഈ ഒരു 3 സംഭവം പൊരിയായിരുന്നു. പക്ഷെ ഇവിടെ പോരായ്മ വന്നത് ആകെ ഒരു മസാല ദോശ മാത്രമാണ്. എനിക്ക് എന്താ തൃപ്തി അല്ലാതെ വന്നുള്ളൂ. എന്തായാലും ഫുഡ് കഴിക്കാൻ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. ഞങ്ങൾ റെസ്റ്റ് കുറച്ച് നേരം കൂടി എടുത്ത് മെല്ലെ ഇനി അടുത്ത വണ്ടികളൊക്കെ വന്ന് അതൊക്കെ കണ്ട് ആൾക്കാരൊക്കെ സന്ധിച്ചും വരെ നമുക്ക് ഇവിടെ കൊഞ്ചം വെയിറ്റ് പണിയില്ല അല്ലേ. അടുത്ത വണ്ടി വന്നു കേട്ടോ. ഈ വണ്ടി നിൽക്കുമ്പോൾ തന്നെ അടുത്ത വണ്ടി, ഇതൊക്കെ എവിടേക്ക് പോണ ബസ്സാണോ? അതേ ബസ്സിലടിക്കുന്നുണ്ട്. ഇനി ഈ ബസ്സിൽ ആൾക്കാർ ഇപ്പം ഇറങ്ങും. നമ്മൾ സംഭവം ചോദിച്ചു മനസ്സിലാക്കിട്ടോ. ഈ ബസ്സുകളൊക്കെ വരുന്നത് എവിടെ നിന്നായിരുന്നു? ഇതേ രാമേശ്വരത്ത് നിന്ന് പല സൈഡിലേക്ക് പോകുന്നതാണ്. അപ്പൊ ഇതൊക്കെ തീർത്ഥാടകരുടെ ബസ്സാണ്. ഇത് എനിക്ക് മനസ്സിലായില്ല. അല്ല, പുതുക്കോട്ട വഴിക്ക് ഒരെണ്ണം ചെന്നൈക്ക് പോണതും ഒരെണ്ണം വേറെ ഏതൊരു സ്ഥലത്തേക്ക് പോണതാന്നാ പറഞ്ഞത്. ചെന്നൈക്കും പിന്നെ ഏതാ പറഞ്ഞത്, ആ സ്ഥലത്തിന്റെ പേര് മറന്നുപോയി അല്ലേ. അങ്ങനെ ഇനിയിപ്പോ അടുത്ത് വരാൻ പോണത് ഈ ഇവിടുന്ന് തന്നെ രാമേശ്വരത്ത് നിന്ന് വരുന്ന വണ്ടികളാണ് ഇത് മൊത്തം. അതിൽ നിന്നുള്ള ആൾക്കാരാണ്, അല്ലാണ്ട് ലോക്കൽ ആൾക്കാർ. ഞാനും വിചാരിച്ചു ലോക്കൽ പോണ ബസ്സിൽ ഇത് ഇത് നിർത്തിയ ആൾക്കാർ ഈ സമയത്ത് ഇവിടെ ഫുഡ് കഴിക്കണേന്നൊക്കെ. അപ്പൊ സംഭവം കാര്യം മനസ്സിലായി. ഇനി അപ്പൊ ബസ്സുകൾ വരും. അപ്പൊ രാമേശ്വരം ബസ് ഇവിടുന്ന് ഈ റൂട്ടിൽ കൂടെ പോണ അകലം വഴിക്ക്. അപ്പൊ ചെന്നൈ റൂട്ടാണോ ഇത്? രാമേശ്വരം ചെന്നൈ റൂട്ട് അതപ്പോ അങ്ങനെ ആ ബസ്സും പോവായിട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ ഏകാന്തരായി. നമുക്ക് ഇനി ആരും കൂട്ടില്ല. നമുക്ക് റൂമിൽ പോവാം.